Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ 2 ക്ലാസ്സും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നലത്തെ ക്ലാസ്സിൽ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ആയിരുന്നു. അപ്പം അതിൽ മെയിനായിട്ടും ചോദിക്കാറുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. അപ്പം കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ എല്ലാ ഒരു PSC എക്സാമിനും വരുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ് PSC ചോദിക്കാറുള്ളത്. അതിൽ ആ പേർട്ടിന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഇക്വേഷൻ ചോദിക്കാറുണ്ട്, കോസ്റ്റ് ലോപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, ക്രാഷിംഗ് എന്തിനാണ് ചെയ്യുന്നത്, ക്രാഷിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, കോസ്റ്റ് ലോപ്പിന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഫ്ലോട്ട്, ടൈപ്സ് ഓഫ് ഫ്ലോട്ട് ചോദിക്കാറുണ്ട്. ദെൻ സ്ലാക്ക് ഫ്ലോട്ട്, ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ കുറച്ച് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു സിലബസിൽ വരുന്ന കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ സെക്കൻഡ് സെക്ഷനിലോട്ടാണെന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ സിലബസിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്, എന്ത് വേണേലും ചോദിക്കാം. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എല്ലാ PSC ഓറിയന്റഡ് എക്സാംസും ഫോക്കസ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗിൽ നിന്നാണ്. സോ ഇന്നിനിയിപ്പൊ നമുക്ക് കവർ ചെയ്യാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ട്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഉണ്ട്, ദെൻ കൺസ്ട്രക്ഷൻ സേഫ്റ്റി, അതുപോലെ ക്വാളിറ്റി, ദെൻ എത്തിക്സ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്സ് ആൻഡ് സെറ്റിൽമെന്റിൽ നോക്കാം. സോ എന്താണ് ഡിസ്പ്യൂട്ട്? സോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ എന്താ തർക്കങ്ങൾ ഭയങ്കര കോമൺ ആണ്. അപ്പൊ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. അതിപ്പോ കോൺട്രാക്ടർ ഉണ്ടാക്കുന്ന റീസൺസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ ക്ലയന്റ് ഉണ്ടാക്കുന്ന റീസൺസ് കാരണമായിരിക്കാം. ഇപ്പൊ ഒരു സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സബ് കോൺട്രാക്ടറുടെ എന്തെങ്കിലും റീസൺസ് കൊണ്ടായിരിക്കാം. ഇനി അതൊന്നുമല്ല, വല്ല നാച്ചുറൽ കലാമിറ്റീസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത സൈറ്റ് കണ്ടീഷൻസിലെ വേരിയേഷൻസ് കാരണമായിരിക്കാം. അപ്പൊ നമുക്ക് പല റീസൺസ് കൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ഡിസ്പ്യൂട്ട്സ് ജനറേറ്റ് ചെയ്യാം, അതായത് തർക്കങ്ങൾ ഉണ്ടാവാം. അത് ഡിലേ കാരണമായിരിക്കും, ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാവുന്ന ഡിലേ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രിസിഷൻ കാരണമായിരിക്കാം. ഒരു പർട്ടിക്കുലർ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ചോയ്സ് ഓഫ് ടെക്നോളജി നമ്മൾ ചൂസ് ചെയ്തതിന്റെ ആ ഒരു പ്രിസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ലാത്ത റീസൺസ് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ട് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതുപോലെ കോൺട്രാക്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നില്ല, അതിലെന്തെങ്കിലും വേരിയേഷൻസ് നടത്തുക. അതുപോലെ തന്നെ മെയിൻലി ഒരു ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഈ പറഞ്ഞ പോലെ കോസ്റ്റിന്റെ കാര്യത്തിലായിരിക്കും. അപ്പൊ നമ്മൾ അഗ്രി ചെയ്ത കോസ്റ്റിനേക്കാളും കൂടുതൽ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്ന കേസസിലൊക്കെ എന്താ ഡിസ്പ്യൂട്ടിനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ കോൺട്രാക്ട് എറേഴ്സ് ഓർ ഒമിഷൻ, നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ വിട്ടുപോവുക, പക്ഷെ അത് ആക്ച്വൽ നമ്മുടെ സൈറ്റ് കണ്ടീഷനിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമൊക്കെയാണെങ്കിൽ അതൊക്കെ ഡിസ്പ്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ് നമ്മൾ ക്ലെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് എന്താ, നമ്മളൊരു ഡിമാൻഡ് ചെയ്യാണ്, അതായത് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടായിട്ട് എന്താ അതിനൊരു പെനാൽറ്റിയോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷനോ എന്തെങ്കിലുമൊക്കെ എന്താ ഡിമാൻഡ് ചെയ്യുക. അതെന്താ കോൺട്രാക്ടർ ക്ലയന്റിന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യണമായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്ലയന്റ് അല്ലെങ്കിൽ ഓണർ കോൺട്രാക്ടറുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യണമായിരിക്കാം. അതുകൂടാതെ എന്താ സബ് കോൺട്രാക്ടർ ക്ലെയിം ചെയ്യുന്ന, പിന്നെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ് കോൺട്രാക്ടറിന് അയാൾക്ക് കിട്ടേണ്ട ഇപ്പം കോസ്റ്റ് എമൗണ്ട് കിട്ടാതെ വരിക, അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് കിട്ടാതെ വരിക, അങ്ങനത്തെ കേസിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കോൺട്രാക്ട് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ആ ഒരു റീസണൊക്കെ കൊണ്ട് എന്താ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാം. പറഞ്ഞ കോൺട്രാക്ടറിന് ചെയ്യാം, ക്ലയന്റിന് ചെയ്യാം, അതുപോലെ സബ് കോൺട്രാക്ടറിനൊക്കെ ക്ലെയിം ചെയ്യാം. ഇതാണ് ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ് പറഞ്ഞത്. സോ എന്തൊക്കെ ക്ലെയിംസ് ആണ് കോൺട്രാക്ടർ ക്ലയന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ അത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ക്ലൈം റിക്കവർ ഡാമേജസ് കോസ്ഡ് ബൈ ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്,
നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതായത് നമ്മൾ കണ്ടീഷൻസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യുക, ഓർ ക്ലെയിംസ് ടു റിക്കവർ ലോസ് ഓർ ഡാമേജ് കോസ്ഡ് ബൈ ആൻ അൺജസ്റ്റ് ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ട് ബൈ ദി ഓണർ. ഇപ്പൊ നമ്മൾ കോൺട്രാക്ട് ഒക്കെ വെക്കുന്ന ഒരു കോൺട്രാക്ട് പീരീഡ് ഒക്കെ ഉണ്ടാവും. സോ അതിനു മുമ്പ് എന്താ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുക, നമ്മുടെ ഓണർ ബ്രേക്ക് ചെയ്യുക. കാരണം എന്താ, കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുന്ന കാരണം ഈ ക്ലയന്റിന് കോൺട്രാക്ടർക്ക് നഷ്ടങ്ങൾ വരാം അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടാവുക. സോ അതിനൊക്കെ എന്താ കോൺട്രാക്ടർക്ക് ക്ലയന്റിന് അഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാം. സോ ജനറൽ ആയിട്ട് കുറച്ച് ക്ലെയിം ജനറേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആണ് പറയുന്നത്. സോ ഡിലേ ഇൻ സപ്ലൈ ഓഫ് ഡ്രോയിങ്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ്, ഡിലേ വരുത്തുക. പിന്നെ ഡിഫക്ട്സ് ഇൻ സ്പെസിഫിക്കേഷൻസ് ഫർണിഷ്ഡ്, അതുപോലെ തന്നെ എന്താ delay or manufacturing defects in materials or equipment supplied by the owner. ഓണർ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിൽ ഡിലേ വരുത്തുക കാരണം എന്താ, ഓവറോൾ പ്രൊജക്ടിന്റെ ടൈം തന്നെ ഡിലേ വരാം. അതുപോലെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ കോൺട്രാക്ട് അവാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റിലെ കോഡ്സ് ആൻഡ് റെഗുലേഷൻസിൽ ചേഞ്ചസ് വരുത്താൻ നോക്കാം. പിന്നെ ചേഞ്ച് ഓർ ഡിഫറെന്റ് സൈറ്റ് കണ്ടീഷൻസ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സൈറ്റ് പ്രിവെയിലിംഗ് കണ്ടീഷൻസ് ആയിരിക്കില്ല ചിലപ്പോൾ എന്താ ആക്ച്വൽ വർക്കിലോട്ട് കടന്നു പോകുമ്പോൾ. നമ്മളൊരു ഇന്റൻഡ് ഡെപ്തിലാണ് ഒരു എക്സ്കവേഷൻ തീരുമാനിച്ചത്, അത് ആ ഒരു ഡെപ്തിൽ നമുക്ക് റിക്വയർഡ് ഡെപ്ത് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി പ്രാക്ടീസിലോട്ട് വരുമ്പോൾ എന്താ, നമുക്ക് ഹാർഡ് റോക്ക് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അപ്പോൾ കൂടുതൽ എക്സ്കവേഷൻസ് ചെയ്യേണ്ടി വരും. കൂടുതൽ എക്സ്കവേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, അത് കൂടുതൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ എന്താ, അതിന്റെ പേരിലൊക്കെ എന്താ കോൺട്രാക്ടർക്ക് ക്ലെയിം ചെയ്യാം. ദെൻ ഡിലേ ഡ്യൂ ടു അതർ കോൺട്രാക്ടേഴ്സ് വർക്ക്. പിന്നെ ആക്സിലറേഷൻ, നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഇൻ വർക്ക്, പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യുക, കോൺട്രാക്ട് അഗ്രിമെന്റിൽ ഡിമാൻഡ് ചെയ്ത ഡിഫക്ട്സ് വരുത്തുക. അതുപോലെ ഡിലേ ഇൻ പേയ്മെന്റ്സ്. ദെൻ അൺജസ്റ്റിഫൈഡ് ടെർമിനേഷൻ, അതിപ്പോ നേരത്തെ പറഞ്ഞായിരുന്നു, മീൻസ് റീസൺ ഒന്നും ഇല്ലാതെ വെറുതെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ടറിനെ ടെർമിനേറ്റ് ചെയ്യുക. ദെൻ സബ്സ്റ്റൻഷ്യൽ ഡിലേ ഇൻ ഹാൻഡിങ് ഓവർ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഡിലേസ് വരുത്തുക. ദെൻ ഓണർ അയാളുടെ ഇംപ്ലൈഡ് ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുക. മീൻസ് എന്തൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പറഞ്ഞ മെറ്റീരിയൽസ് ഓണറാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം അയാളുടെ ഒരു ഇന്റൻഡഡ് ഡ്യൂട്ടിയാണ്. മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താ, അത് പ്രോപ്പർ ടൈമിൽ സപ്ലൈ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിലേ വരുത്തുക അല്ലെങ്കിൽ ഫെയിലിയർ വരുത്തുക. ദെൻ റിജക്ഷൻ, അക്സെപ്റ്റബിൾ വർക്കിന് ഇപ്പം വർക്ക് എന്താ കംപ്ലീറ്റ് ചെയ്ത് അവാർഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ആ ഒരു ഓണർ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന കേസ്. അതുപോലെ തന്നെ ഡിലേ ഇൻ ക്ലിയറൻസസ്, സൈറ്റ് ക്ലിയറൻസ് ചെയ്ത് കൊടുക്കുന്ന ഓണറിലാണെങ്കിൽ എന്താ അത് ചെയ്ത് കൊടുക്കാതിരിക്കുക. ദെൻ വർക്ക് സസ്പെൻഡ് ചെയ്യുക ഓർ റീഷെഡ്യൂളിങ് ഡിലേ വരുത്തുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ, ഇതിനെല്ലാത്തിൻ്റെയും കേസിൽ പറഞ്ഞ പോലെ കോൺട്രാക്ടർക്ക് ക്ലയന്റ് ഓർ ഓണറിന്റെ അഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാം. സോ അത് തന്നെ ഓണേഴ്സ് ഡിലേ ഇൻ ഡിസിഷൻ. ദെൻ ക്വാണ്ടിറ്റി വേരിയേഷൻസ്, കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റി വേരിയേഷൻസ് വരിക. ദെൻ സബ് കോൺട്രാക്ടർ, ഓണർ നോമിനേറ്റ് ചെയ്തേക്കുന്ന സബ് കോൺട്രാക്ടർ അയാളുടെ ഇംപ്ലൈഡ് ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുക. ദെൻ നാച്ചുറൽ കലാമിറ്റീസ് കാരണം കോൺട്രാക്ടർക്ക് നഷ്ടങ്ങൾ വരിക. സോ ഇതെല്ലാം എന്താ ഡിസ്പ്യൂട്ട് ജനറേറ്റിംഗ് സിറ്റുവേഷൻസ് ആണ്. എന്താ കോൺട്രാക്ടർക്ക് ക്ലയന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്ന സിറ്റുവേഷൻസ് ആണ്. ദെൻ ക്ലെയിംസ് ഓഫ് ഓണർ ഓർ ക്ലയന്റ് അഗെയിൻസ്റ്റ് കോൺട്രാക്ടർ, എന്തൊക്കെ പേരിൽ കോൺട്രാക്ടർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഡിഫക്റ്റീവ് വർക്കാണ് കോൺട്രാക്ടർ ചെയ്യുന്നതെങ്കിൽ. ദെൻ അതുപോലെ ക്ലെയിംസ് ഫോർ ഡിലേ, കോൺട്രാക്ടർ ഇന്റൻഡ് ആ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ദെൻ കൗണ്ടർ ക്ലെയിം ആസ് എ ഡിഫൻസ്, ഇപ്പം കോൺട്രാക്ടർ ഒരു ക്ലെയിം ഓണറിന്റെ പേരിൽ കൊടുത്തു, സോ അതിനൊരു ഡിഫൻസ് ആയിട്ട് വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞെന്താ ഓണർ തിരിച്ചൊരു കൗണ്ടർ ക്ലെയിം കോൺട്രാക്ടറിന് കൊടുക്കുക. ദെൻ ക്ലെയിം അഗെയിൻസ്റ്റ് പ്രൊഫഷണൽസ്. ദെൻ അതുപോലെ ടെർമിനേഷൻ ആൻഡ് റീച്ച്. ദെൻ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഇൻ കംപ്ലീറ്റിംഗ് ദി വർക്ക് ലെഫ്റ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ട് വർക്ക് ലെഫ്റ്റ് ആയിട്ട് കോൺട്രാക്ട് നിർത്തി പോവുകയാണെങ്കിൽ എന്താ റിമൈനിങ് വർക്ക്സ് നമ്മൾ ഓണറിന്റെ റിസ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. സോ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഉണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓണറിന് കോൺട്രാക്ടറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി മോഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആണ് പറയാൻ പോകുന്നത്. സോ മെയിൻലി 4 ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് നെഗോസിയേഷൻ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് കോൺട്രാക്ടർ. അതായത്
ഡയറക്റ്റ് ആയിട്ട് എന്തായി കോൺട്രാക്ടറും ക്ലയന്റും ഇരുന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ ഇടയിലുള്ള ഇഷ്യൂ പറഞ്ഞു തീർക്കുക. അതാണ് ഡയറക്റ്റ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ സെറ്റിൽമെന്റ് ബൈ ആർബിട്രേഷൻ ആണ് സെക്കൻഡ് മെത്തേഡ്. അതായത് ഒരു ആർബിട്രേറ്ററിനെ ചൂസ് ചെയ്യുവാണ്. ആ ഒരു എന്താ അൺപാർഷ്യൽ ആയിട്ടുള്ള ഒരു ആർബിട്രേറ്ററിനെ ചൂസ് ചെയ്ത് ആർബിട്രേറ്റർ ഇവരുടെ ഇടയിൽ ആക്ട് ചെയ്ത് സെറ്റിൽമെന്റ് എത്തുക. അതാണ് ആർബിട്രേഷൻ. ഈ ആർബിട്രേഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർബിട്രേഷനും ലോ അബൈഡ് ചെയ്താണ് പോകുന്നത്. ഇനി സെറ്റിൽമെന്റ് ബൈ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയേഷനും സിമിലർ ടു ആർബിട്രേഷൻ ആണ്. ഒരു മീഡിയേറ്ററിനെ ചൂസ് ചെയ്യാൻ മീഡിയേറ്റർ ആണ് ക്ലയന്റ് ആൻഡ് കോൺട്രാക്ടിന്റെ ഇടയിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനൽ സെറ്റിൽമെന്റിൽ എത്തുന്നു. പക്ഷെ മീഡിയേഷൻ ലോ അബൈഡ് ചെയ്ത് പോകുന്നതല്ല, പക്ഷെ ആർബിട്രേഷൻ ലോ അബൈഡ് ചെയ്ത് പോകുന്നതാണ്. ദെൻ ത്രൂ സിവിൽ കോർട്സ്, അത് നമ്മൾ ലിറ്റിഗേഷൻ എന്ന് പറയും. അതായത് കോർട്ടിൽ മൂവ് ചെയ്ത് കോർട്ട് ആക്ഷൻ വഴി നമ്മളൊരു ഫൈനൽ സെറ്റിൽമെന്റിൽ എത്തുക. അതാണ് ത്രൂ സിവിൽ കോർട്സ് എന്ന് പറഞ്ഞാൽ. സോ അത് തന്നെയാണ് പറയുന്നത് ഡയറക്റ്റ് നെഗോസിയേഷൻ. സോ ഇറ്റ് ഈസ് ഡയറക്റ്റ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈസിയസ്റ്റ് ആൻഡ് ലീസ്റ്റ് എക്സ്പെൻസീവ് മെത്തേഡ് ആണ്. അതായത് ക്ലയന്റ് കോൺട്രാക്ടറും മാത്രമേ ഉള്ളൂ, അവരുടെ ഇടയിൽ വേറെ ഒരാളും ഇല്ല സെറ്റിൽമെന്റിനായിട്ട്. ആൻഡ് മെജോറിറ്റി ഓഫ് ദി ഡിസ്പ്യൂട്ട്സ് ആർ സെറ്റിൽഡ് ത്രൂ നെഗോസിയേഷൻസ്. ആൻഡ് ഈ ഒരു നെഗോസിയേഷൻ ഫെയിൽ ആവുന്ന കേസിലാണ് അവർ ഈ പറഞ്ഞ ആർബിട്രേഷനോ മീഡിയേഷനോ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് റിസോർട്ട് ആയിട്ടാണ് എന്താ സിവിൽ കോർട്സ് അല്ലെങ്കിൽ ലിറ്റിഗേഷൻ വഴി മൂവ് ചെയ്യുന്നത്. ആൻഡ് സെറ്റിൽമെന്റ് ത്രൂ കോർട്സ് അത് പറഞ്ഞ നമ്മൾ ലാസ്റ്റ് റിസോർട്ട് ആയിട്ടാണ് നോക്കുന്നത്. ആൻഡ് അറ്റൻഡഡ് ഓൺലി ഇഫ് ഡയറക്റ്റ് നെഗോസിയേഷൻ ആൻഡ് ആർബിട്രേഷൻ ഫെയിൽസ്. ആൻഡ് ഈ സെറ്റിൽമെന്റ് ത്രൂ കോർട്ട് നമുക്കറിയാം സിവിൽ കേസസ് ഒക്കെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സെവറൽ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അതിനൊരു ഫൈനൽ സെറ്റിൽമെന്റ് എത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഓൾസോ. ദെൻ അത് തന്നെ സെറ്റിൽമെന്റ് ത്രൂ മീഡിയേഷൻ. സോ മീഡിയേഷനും എന്താ ഈ പറഞ്ഞ ആർബിട്രേഷൻ പോലെയാണ്, ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാവും. ആ തേർഡ് പേഴ്സൺ ആണ് എന്താ ഈ ഒരു ഫൈനൽ സെറ്റിൽമെന്റിൽ എത്താൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മീഡിയേഷൻ എപ്പോഴും എന്താ ഒരു ഇൻഫോർമൽ മീറ്റിംഗ് ആണ്. ഈ ഒരു ബോത്ത് പാർട്ടീസിന്റെ ഇടയിൽ ഒരു ഇൻഫോർമൽ മീറ്റിംഗ് ആണ് മീഡിയേഷൻ തരുന്നത്. പക്ഷെ ആർബിട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അതൊരു ഫോർമൽ മീറ്റിംഗ് ആണ്. അതാണ് ലോ അബൈഡ് ചെയ്തിട്ടുള്ളതാണ് ആർബിട്രേഷൻ. So settlement through arbitration. So the arbitration is a hearing and determination of dispute by an impartial referee. അതായത് both the parties concerned ആയിട്ടുള്ള ഒരു ആർബിട്രേറ്ററെ ചൂസ് ചെയ്യുക. ഇനി ആർബിട്രേറ്റർ ആണ് അവരുടെ ഇടയിൽ ഒരു ജഡ്ജ്മെന്റ് തരുന്നത്. സോ ആർബിട്രേഷൻ രണ്ട് രീതിയിൽ ആർബിട്രേറ്റേഴ്സ് ഉണ്ടാവും. സോൾ ആർബിട്രേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ജോയിന്റ് ആർബിട്രേറ്റേഴ്സ് ഉണ്ടാവും. അതായത് ഒരു സിംഗിൾ ആർബിട്രേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാനൽ ഓഫ് ആർബിട്രേറ്റേഴ്സ്, അതാണ് ജോയിന്റ് ആർബിട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരാണ് ആ ഒരു ഫൈനൽ സെറ്റിൽമെന്റിലോട്ട് എത്തിക്കുന്നത്. ആൻഡ് ഈ ഡിസിഷൻ എടുക്കുന്ന ട്രൈബ്യൂണൽ എടുക്കുന്ന ഡിസിഷനാണ് ആർബിട്രേഷൻ അവാർഡ് എന്ന് പറയുന്നത്. ആർബിട്രൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആർബിട്രൽ ട്രൈബ്യൂണൽ എടുക്കുന്ന ഡിസിഷനാണ് എന്താ ആർബിട്രൽ അവാർഡ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു മോഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സിൽ വരുന്നത്. എന്തൊക്കെയാണ് ക്ലെയിംസ് ഉള്ളത് ആൻഡ് മോഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഏതൊക്കെയാണ്, 4 ടൈപ്സ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത 4 ടൈപ്സ്: ഡയറക്റ്റ് നെഗോസിയേഷൻ, ദെൻ സെറ്റിൽമെന്റ് ബൈ ആർബിട്രേഷൻ, ദെൻ സെറ്റിൽമെന്റ് ബൈ മീഡിയേഷൻ ആൻഡ് ത്രൂ സിവിൽ കോർട്സ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് എത്തിക്സ് ഇൻ കൺസ്ട്രക്ഷൻ. സോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്ക് തന്നെ എന്താ ഒരു മോറൽ ഫിലോസഫി എന്ന് പറയാം. നമ്മുടെ ആ ഒരു നമ്മൾ ഏതാണ് റൈറ്റ് അല്ലെങ്കിൽ ഏതാണ് റോങ് എന്ന് ചൂസ് ചെയ്യുന്നതിൽ നമ്മളൊരു മോറൽ ഫിലോസഫിക്കാണ് എന്താ നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. സോ എത്തിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മോറൽ ഫിലോസഫി ദാറ്റ് ഇൻവോൾവ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗൈഡിങ് ആൻഡ് റെക്കമെൻഡിങ് ബിഹേവിയർ ആൻഡ് കോണ്ടാക്ട്. അപ്പം നമ്മൾ ആ ഒരു എങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് എത്തിക്സ്, അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യുന്നതിൽ നമ്മുടെ മോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയായിരിക്കണം. സോ അത് എങ്ങനെയായിരിക്കും, എപ്പോഴും നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യണം. അതായത് ഈ പറഞ്ഞ നമ്മൾ റോങ് കണ്ടാൽ എന്താ അത് റോങ് ആണെന്ന് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ എന്താ and then next is the engineering ethics.
സോ അതായത് ആ ഒരു കണ്ടക്ട് ഓഫ് എഞ്ചിനീയേഴ്സിനെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ എഞ്ചിനീയറിംഗ് എത്തിക്സിൽ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് എ ബോഡി ഓഫ് ഫിലോസഫി ഇൻഡിക്കേറ്റിംഗ് വേസ് ദാറ്റ് എഞ്ചിനീയേഴ്സ് ഷുഡ് കണ്ടക്ട് ദംസെൽസ് ഇൻ ദർ പ്രൊഫഷണൽ കപ്പാസിറ്റി. സോ അതാണ് പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവേണ്ടത്, അതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് എത്തിക്സ് പറയുന്നത്. സോ പ്രൊഫഷണൽ എത്തിക്സ് അതായത് എന്തൊക്കെയായിരിക്കും, അത് നമ്മുടെ പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ എക്സ്പെക്റ്റഡ് ഓഫ് പ്രൊഫഷണൽ. നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ബിഹേവിയർ ആൻഡ് കണ്ടക്ട് എങ്ങനെയായിരിക്കണം ടുവേർഡ്സ് നമ്മുടെ പ്രൊഫഷണൽ വർക്ക്സ്. and it is codified and varies across different cultures. So നമുക്ക് ഈ പ്രൊഫഷണൽ എത്തിക്സ് നമുക്ക് കുറെ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, അത് നമ്മൾ എത്തിക്കൽ വാല്യൂസ് അതുപോലെ നമ്മുടെ മോറൽ വാല്യൂസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് പ്രൊഫഷണൽ എത്തിക്സ് ഇൻക്ലൂഡ് എത്തിക്കൽ നോംസ് ആയിരിക്കും, റൂൾസ് ഫോളോ ചെയ്യണം, അതുപോലെ അതിൻ്റെ എത്തിക്കൽ വാല്യൂസ്, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, അങ്ങനത്തെ പോലെ എത്തിക്കൽ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്യണം, പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് എ പ്രൊഫഷൻ ആൻഡ് ethics of decision made within the profession. ആൻഡ് ദെൻ കമ്പോണൻസ് ആണ് പറയുന്നത് പ്രൊഫഷണൽ എത്തിക്സിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് 7 കമ്പോണൻസ് ആണ് പ്രൊഫഷണൽ എത്തിക്സിൽ പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഹോണസ്റ്റി. സോ എങ്ങനെയായിരിക്കണം നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിരിക്കും ഇൻഡയറക്ട്ലി ആൾക്കാരെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ദി ഫെയർനെസ്, ഒരു അൺഫെയർ ട്രീറ്റ്മെന്റ്, അതായത് ഇപ്പൊ നമ്മൾ ഒരിക്കലും വേറൊരു ആൾക്കാരെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി നോക്കരുത്. ദെൻ നെക്സ്റ്റ് ഇസ് ദി ഫെയർ റിവാർഡ്. സോ ഫെയർ റിവാർഡ് എന്തായിരിക്കണം, ലൈക്ക് വേറൊരു ഒരു പാർട്ടി ഒരു പ്രോപ്പർ ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ അതിന് ഫെയർ ആയിട്ടുള്ള റിവാർഡ് കൊടുക്കണം. ഓക്കെ, അവരുടെ വർക്ക് അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ റിവാർഡ് കൊടുക്കുക. ദെൻ റിലയബിലിറ്റി. സോ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പീറ്റൻസിന്റെ ഉള്ളിൽ നിന്ന് ഉള്ള സർവീസസും സ്കിൽസും മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, നമുക്ക് അറിയില്ലാത്തൊരു കാര്യത്തിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കരുത്. ദെൻ ഇന്റഗ്രിറ്റി മീൻസ് ഒബ്വിയസ്ലി കൺസിഡർ പബ്ലിക് ഇൻട്രസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷൻ്റെയും അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് മാത്രമല്ല, പക്ഷെ പബ്ലിക് ഇൻട്രസ്റ്റ് കൂടി കൺസിഡർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റിവിറ്റി. സോ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലും ഒരു ഏരിയയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ അത് കാരണം ഇഫക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരെ എല്ലാവരുടെയും നമ്മൾ നേരത്തെ തന്നെ അവെയർ ആക്കുക. ദെൻ അക്കൗണ്ടബിലിറ്റി മീൻസ് ആ ഒരു ഇഫക്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ആവശ്യമായ എല്ലാ റിലയബിൾ ഇൻഫോർമേഷൻസും നമ്മൾ പ്രോപ്പറായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, അതുപോലെ ഇൻഫർമേഷൻസും പ്രോപ്പറായിട്ട് പാസ് ചെയ്യുക. സോ ഇതാണ് കമ്പോണൻസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ദെൻ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് എത്തിക്സ് ഇത് റിലേറ്റ്സ് ടു സ്റ്റഡി ഓഫ് മോറൽ വാല്യൂസ്, ഇഷ്യൂസ് ആൻഡ് ഡിസിഷൻസ് ഇൻവോൾവ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. സോ നമുക്ക് എപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമുക്കൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് പ്രോബ്ലംസ് ഉണ്ടാവാം. സോ എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ആ എത്തിക്കൽ വാല്യൂസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ഡിസിഷൻസ് നമ്മൾ എടുക്കുക. സോ അപ്പം നമ്മൾ 3 റെസ്പോൺസിബിലിറ്റീസ് കോമൺ ആയിട്ട് നമ്മളൊരു എഞ്ചിനീയർ എപ്പോഴും ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ആണ് അതിൽ കൺസേൺ ഫോർ പബ്ലിക് സേഫ്റ്റി. ഏതൊരു വർക്ക് ചെയ്താലും അതിൽ നമ്മൾ പബ്ലിക് സേഫ്റ്റി കൺസിഡർ ചെയ്യുക. ദെൻ ടെക്നിക്കൽ കോമ്പീറ്റൻസ്, അത് നമ്മുടെ നോളജിൽ, നമ്മുടെ എഞ്ചിനീയറിംഗ് നോളജിൽ, ഇപ്പോൾ സിവിൽ നോളജിൽ നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോപ്പർ നോളജ് ഉണ്ടാവുക. ആൻഡ് ദെൻ ടൈംലി കമ്മ്യൂണിക്കേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട്സ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം ഒരുപാട് പേഴ്സണൽസ് ഇൻവോൾവ് ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ആ ഓരോരുത്തർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു വർക്കിന്റെ പ്രോഗ്രസ് ഒക്കെ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ടൈംലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെദർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക.
ദെൻ കുറച്ച് കോമൺ ആയിട്ട് കാണാറുള്ള എത്തിക്കൽ പ്രോബ്ലംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഒരു ഏതൊരു ഓർഗനൈസേഷനും എന്താ നമുക്ക് എപ്പോഴും സിറ്റുവേഷൻസ് വരും, എന്താ അതിൽ ഏത് ഏത് ഡിസിഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. ലൈക്ക് റൈറ്റ് ഡിസിഷൻ ആണോ എടുക്കേണ്ടത്, അതുപോലെ തന്നെ റോങ് ഡിസിഷൻ ആണോ നമ്മൾ ലൈക്ക് റോങ് ആയിട്ട് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷന്റെ ബേസിസിലായിരിക്കും എന്താ നമ്മുടെ ആ ഒരു ഫൈനൽ ഡിസിഷൻ ഇരിക്കുന്നത്. സോ ഏതൊരു ഫേസ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലാണെങ്കിലും എന്താ അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ടാവാം. ലൈക്ക് പ്ലാനിങ് സ്റ്റേജിലായിരിക്കാം, അതുപോലെ തന്നെ ഡിസൈൻ ഫേസിലായിരിക്കാം, ദെൻ പ്രീ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന ഫേസിലായിരിക്കാം, ടെൻഡറിങ് ചെയ്യുന്ന ഫേസിലായിരിക്കാം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, എക്സിക്യൂഷൻ, ഓപ്പറേഷൻ ഫേസിലാണെങ്കിലും ഏതൊരു സ്റ്റേജിലാണെങ്കിലും അൺഎത്തിക്കൽ പ്രാക്ടീസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി കുറച്ച് അൺഎത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് കവർ പ്രൈസിങ്. സോ കവർ പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടെൻഡറിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു പ്രോജക്റ്റിന് ഇപ്പോൾ ഒരു 2 crores വരുന്ന ഒരു പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അല്ല സോറി, ഒരു 1 crore വരുന്ന പ്രോജക്റ്റ് ആണ്. ആ ഒരു പ്രോജക്റ്റിന്റെ ഉള്ളിൽ ആ പ്രോജക്റ്റ് നിൽക്കും എന്ന് നമുക്ക് അറിയാമെങ്കിലും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കോൺട്രാക്ടർ എന്ത് ചെയ്യാം, കൂടുതൽ ബിഡ് കൂട്ടി കൊടുക്കുക. അതായത് കൂടുതൽ എമൗണ്ട് കയറ്റി വിളിച്ച് ലൈക്ക് എന്താ ആ ഒരു അവര് അത്രയും കപ്പാസിറ്റി ഉള്ളവരാണെന്നുള്ള ഒരു ഫീല് വരുത്തുക. അതിനാണ് ആ ഒരു കവർ പ്രൈസിങ് എന്ന് പറയുന്നത്. ദെൻ അത് നെക്സ്റ്റ് വണ്ണാണ് ബിഡ് കട്ടിങ്. സോ ബിഡ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്താ കോൺട്രാക്ടേഴ്സ് അവരുടെ ബിഡ് കുറയ്ക്കുക, ബിഡ് എമൗണ്ട് കുറയ്ക്കുക, ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്. അതാണ് ബിഡ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കി അതായത് ഒരുപാട് കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് വിൻ ചെയ്യാൻ വേണ്ടി. ആൻഡ് അതുപോലെ തന്നെ ബിഡ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലും അതും ഈ പറഞ്ഞ പോലെ ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. അതായത് ലോവർ ബിഡ് സെക്യൂർ ചെയ്യുക, അതായത് ഒറിജിനലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാതെ എന്താ സബ് കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സിന് നമ്മൾ ഒറിജിനൽ ബിഡ് ഡിസ്ക്ലോസ് ചെയ്യാതെ നമ്മൾ ലോ ബിഡിലാണ് ഈ കോൺട്രാക്ട് നേടിയെന്നുള്ള രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യുക. ദെൻ പുവർ ഡോക്യുമെന്റേഷൻ, ദെൻ അതുപോലെ ലേറ്റ് ആൻഡ് ഷോർട്ട് പേയ്മെന്റ്സ് കൊടുക്കുക. അതുപോലെ തന്നെ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു സബ് കോൺട്രാക്ടറിന് ലാക്ക് ഓഫ് സേഫ്റ്റി എത്തിക്സ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്സ് ഒന്നും ഫോളോ ചെയ്യുന്നതല്ലാത്ത സബ് കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ എന്താ അവരും ഈ ഓരോ സ്റ്റേജസിലും അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ദെൻ അൺഫെയർ ട്രീറ്റ്മെന്റ്, ഓരോ സ്റ്റേജിലും ടെൻഡറിങ് സ്റ്റേജ് ആണ്, ഫൈനൽ അക്കൗണ്ട് നെഗോസിയേഷനിലൊക്കെ കോൺട്രാക്ടറിന് അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ദെൻ കോമ്പറ്റീറ്റേഴ്സ് ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് കപ്പാസിറ്റി ഓർ ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞ കോൺട്രാക്ടർ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് അവർ ആ ഒരു വർക്ക് എടുക്കാൻ അവർക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സെയിം തന്നെ, അതായത് കോമ്പറ്റീസ് ഫാൾസിഫിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ, ദെൻ മിസ്കമ്മ്യൂണിക്കേഷൻ, ദെൻ അതുപോലെ പ്ലേഗറിസം, ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്രയൊക്കെയാണ് എത്തിക്കൽ പ്രോബ്ലംസ് തന്നെ കോമൺ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതിലും ഈ പറഞ്ഞ കമ്പോണൻസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്, ആ 7 കമ്പോണൻസ് ഒന്ന് നോക്കുക. ഇതായിരിക്കാം ഇതുള്ളത് പ്രൊഫഷണൽ എത്തിക്സിന്റെ കമ്പോണൻസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. സോ എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ സപ്ലൈ, അതായത് ആ ഒരു മെറ്റീരിയൽസിൽ നിന്ന് എന്താ മാക്സിമം മെറ്റീരിയൽ മാനേജ്മെന്റിൽ നമ്മൾ മാക്സിമം കോർഡിനേഷനും അതുപോലെ തന്നെ ഒപ്റ്റിമം എക്സ്പെൻഡിച്ചർ, ആ ഒരു മെറ്റീരിയൽസിൽ ഒപ്റ്റിമം എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് എന്താ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ ഒരു സ്കോപ്പ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്ന സമയത്ത്. അവാർഡ് ഓഫ് കോൺട്രാക്ട് മുതൽ ലൈക്ക് അവാർഡ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് അഡോപ്റ്റ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈക്ക് ഇപ്പം ഓണർ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോൺട്രാക്ടർ തന്നെയാണ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ സപ്ലൈക്ക് മാത്രം സബ് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ, സോ അത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ടിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അവാർഡ് ഓഫ് കോൺട്രാക്ട് മുതൽ ആ ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ കിട്ടേണ്ട മെറ്റീരിയൽ അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂസിൽ എത്തുന്ന വരെയാണ്
മെറ്റീരിയൽ മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത്. സോ മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒപ്റ്റിമം എക്സ്പെൻഡിച്ചർ, നമ്മൾ ആ ഒരു പ്രോജക്റ്റ് വർക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിൽ നമ്മൾ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുക, വേസ്റ്റേജസ് ഒന്നും ഇല്ലാതെ ഒപ്റ്റിമം എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യാതെ ആസ് എക്കണോമിക്കലി നമുക്ക് ആ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് നടത്താൻ പറ്റും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമൈസ് ചെയ്യുക, മെറ്റീരിയൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. ദെൻ ടു പ്രൊക്യൂർ ആൻഡ് പ്രൊവൈഡ് മെറ്റീരിയൽസ്, അതായത് ഡിസൈഡ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളപ്പം പ്രൊക്യൂർ ചെയ്യാനും അതുപോലെ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റണം. ദെൻ റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ടൈഡ് ഇൻ ഇൻവെന്ററീസ് ഫോർ യൂസ് ഇൻ അതർ പ്രൊഡക്റ്റീവ് പർപ്പസസ് ആൻഡ് ടു ഡെവലപ്പ് ഹൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസ്. സോ നമ്മൾക്ക് ഇപ്പം നമുക്ക് ഒരു മെറ്റീരിയൽ ഒരു വർക്കിന്റെ ടുവേർഡ്സ് എൻഡിലോട്ടാണ് ആവശ്യമുള്ളൂ, പക്ഷെ നമ്മൾ എന്താ നേരത്തെ തന്നെ ആ മെറ്റീരിയലിനെ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോക്ക് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്ക് യൂസ് ചെയ്യാവുന്ന എമൗണ്ട് എവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു, ഇപ്പം ആവശ്യമില്ലാത്ത ആ ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നതിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. സോ അതാണ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് ഇൻവെന്ററീസിൽ ടൈഡ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനത്തെ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടൈംലി മാനേജിൽ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടായാൽ മതി. നമ്മളത് നേരത്തെ തന്നെ അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്ത് വെക്കുക, അല്ലാതെ നമ്മളത് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ചും ഈ മെറ്റീരിയൽസിന്റെ ഹോൾഡിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. Then purchase, receive, transport and store materials efficiently and to reduce the related cost, handling cost, അതുപോലെ തന്നെ സ്റ്റോറിംഗ് കോസ്റ്റ് ഒരു ഹോൾഡിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യിക്കാൻ നോക്കുക. ദെൻ കട്ട് ഡൗൺ കോസ്റ്റ് ത്രൂ സിംപ്ലിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, വാല്യൂ അനാലിസിസ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. സോ അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാം. അതായത് നമ്മൾ വാല്യൂ അനാലിസിസ് ഡിപ്പെൻഡിങ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു മെറ്റീരിയൽസ് റിക്വയർഡ് ആണോ, ഇപ്പൊ റിക്വയർഡ് ആണോ, അല്ലെ അതിന്റെ വാല്യൂ കോസ്റ്റ്ലി ആണോ, സോ അതോ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ, സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് നമ്മൾ അതിന്റെ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. ദെൻ മോഡിഫൈ പേപ്പർ വർക്ക് പ്രൊസീജിയർ ഇൻ ഓർഡർ ടു മിനിമൈസ് ഡിലേസ് ഇൻ പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതിൽ കൂടെയൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിലേ ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഒരു മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്ത് നമ്മുടെ ഇന്റൻഡഡ് യൂസിൽ എത്തുന്നവരെയുള്ള ഒരു ഡിലേസ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രെയിൻഡ് പേഴ്സണൽസിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഫംഗ്ഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്. ദെൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ 8 ഫംഗ്ഷൻസ് ആണുള്ളത്. സോ ഫസ്റ്റ് ഇസ് ദി മെറ്റീരിയൽ പ്ലാനിങ്. സോ മെറ്റീരിയൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും, അപ്പോഴും ആരായിരിക്കും അതൊരു പ്ലാനിങ് എഞ്ചിനീയർ ഉണ്ടാവും. ആ പ്ലാനിങ് എഞ്ചിനീയർ ആണ് എത്രത്തോളം മെറ്റീരിയൽസ് ആ ഒരു പർട്ടിക്കുലർ വർക്കിന് റിക്വയർഡ് ആണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, അതാണ് മെറ്റീരിയൽ പ്ലാനിങ്. എത്രത്തോളം ഓരോ സ്റ്റേജ് ഓഫ് വർക്കിലും എത്രത്തോളം മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് മെറ്റീരിയൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ദെൻ പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പം നമ്മൾ എവിടെ നിന്നാണോ ആ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത്, ക്യാൻ ബി ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കാം, ചിലത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻ, അതായത് സെൻട്രൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വഴി മാത്രം പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ലോക്കലി പോയി പർച്ചേസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ് ആയിരിക്കാം. പിന്നെ ഏർലി പ്രൊക്യൂർമെന്റ്, അതും ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നതാണ്. ഏർലി പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്ത് വെക്കുന്നു. സോ ഏർലി പ്രൊക്യൂർമെന്റ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം ഒരുപാട് ഡിമാൻഡുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ റിക്വയർഡ് ആയിട്ടുള്ള ടൈമിലാണ് അന്വേഷിച്ച് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ആ മെറ്റീരിയൽ കിട്ടിയില്ല എന്ന് വരും.
എന്നാൽ അതുകൊണ്ട് എന്താ ഏർലി പ്രൊക്യൂർമെന്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് മേടിച്ചുകൊണ്ടുവന്ന് വെക്കുന്നത്. പക്ഷെ അതിനൊരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ നേരത്തെ തന്നെ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഈ കളക്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിനെ എല്ലാത്തിനും എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. സോ നമുക്ക് വെയർ ഹൗസ് ചാർജസ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കാം. ദെൻ കസ്റ്റഡി എന്ന് പറയുമ്പം അതായത് നമ്മൾ പ്രോപ്പറായിട്ട് എന്താ മെറ്റീരിയൽസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുക, നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻവേർഡ് ഔട്ട്വേർഡ് മൂവ്മെന്റ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതെല്ലാമാണ് കസ്റ്റഡിയിൽ വരുന്നത്. ആൻഡ് ഫോർത്ത് വൺ ആണ് അതുപോലെ തന്നെ കസ്റ്റഡിയിൽ തന്നെ പറഞ്ഞ പോലെ വേസ്റ്റേജ് അനാലിസിസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കസ്റ്റഡിയിലല്ലാതെ നെക്സ്റ്റ് അക്കൗണ്ടിങ്, പ്രോപ്പറായിട്ട് മെറ്റീരിയൽ അക്കൗണ്ടിങ് ചെയ്യുക, വേസ്റ്റേജ് അനാലിസിസ് നടത്തുക, എന്ത് റീസൺസ് എന്തുകൊണ്ടൊക്കെയാണ് വേസ്റ്റേജ് അനാലിസിസ് വന്നതെന്ന്, വേസ്റ്റേജസ് ഉണ്ടാവുന്നത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അതായത് പ്രോപ്പർ ഹാൻഡ്ലിംഗ് നടത്തുക, ട്രാൻസ്പോർട്ട് ടൈമിൽ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇൻവെന്ററി മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ, അതാണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് മെറ്റീരിയൽ ആണോ അതായത് എന്ത് റിസോഴ്സ് ആണ് നമ്മുടെ ബൈ ഹാൻഡ് ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിനാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. സോ ആ പ്രോപ്പറായിട്ട് ഇൻവെന്ററി മോണിറ്റർ ചെയ്യുക, അതായത് നമ്മുടെ എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് ഉണ്ടാവണം. സോ ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എന്താ, മെറ്റീരിയൽ ഫുൾ തീരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. എന്താ, നമ്മൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ റീഓർഡർ ചെയ്യുക. എന്നാൽ മാത്രമാണ് എന്താ ആ ഒരു മെറ്റീരിയൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് ഓർഡർ എത്തും, നമുക്ക് നമ്മുടെ വർക്കിൽ ഡിലേ ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻവെന്ററി മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, എത്രയാണ് ഇൻവെന്ററി ലെവൽസ് എന്ന് എൻഷുർ ചെയ്യുക, ഇൻവെന്ററി അനാലിസിസ് നടത്തുക. ദെൻ നെക്സ്റ്റ് കോഡിഫിക്കേഷൻ. സോ കോഡിഫിക്കേഷനും എന്താ പറഞ്ഞ ഒരുപാട് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻവോൾവ് ആണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പല പല ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. സോ ഒരു ഈസി ഐഡന്റിഫിക്കേഷന് വേണ്ടി കോഡിഫിക്കേഷൻ ചെയ്യുക, ഓരോ മെറ്റീരിയലിനും പ്രോപ്പർ ആയിട്ടുള്ള കോഡ്സ് കൊടുക്കുക, സോ ദാറ്റ് എല്ലാവർക്കും ആ മെറ്റീരിയൽ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ആ ഒരു വർക്കിലുള്ള എല്ലാ പേഴ്സണൽസിനും. ദെൻ നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റ് നമ്മൾ എൻഷുർ ചെയ്യുക, അതിൽ പറയുന്ന ഇൻവെന്ററി അനാലിസിസുകൾ ചെയ്യുക. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്താ ഈ മെറ്റീരിയൽ കമ്പ്യൂട്ടറൈസേഷനിൽ വരുന്നത്. അതായത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, ഇപ്പം മെറ്റീരിയൽ നമുക്ക് ഇനി എത്രത്തോളം റിക്വയർമെന്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുക. അതുപോലെ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് പ്രീവിയസ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ഫ്യൂച്ചർ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ പ്ലാനിങ് ചെയ്യാൻ പറ്റും. ദെൻ സ്പെസിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താ നമുക്ക് കമ്പ്യൂട്ടറൈസേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഇതാണ് എന്താ മെറ്റീരിയൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ 8 ഫങ്ഷൻസ് വരുന്നത് ഇതാണ്: മെറ്റീരിയൽ പ്ലാനിങ്, പ്രൊക്യൂർമെന്റ്, കസ്റ്റഡി, അക്കൗണ്ടിങ്, ട്രാൻസ്പോർട്ടേഷൻ, then inventory monitoring and control, codification and computerization. Then next one ആണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ആ ഒരു മെറ്റീരിയലിന്റെ വാല്യൂ അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മുടെ ബൈ ഹാൻഡ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതിനാണ് എന്താ നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അത് റോ മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കാണ്, അതിനും എന്തൊരു വാല്യൂ ഉണ്ടല്ലേ. അപ്പൊ ആ പ്രോഗ്രസ് ആയിരിക്കുന്ന വർക്കായിരിക്കാം, അല്ലെങ്കിൽ എന്താ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നമ്മൾ കീപ്പ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കാം, എക്യുപ്മെന്റ്സ് ആയിരിക്കാം. സോ ഇതിനെല്ലാത്തിനുമാണ് എന്താ നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇൻവെന്ററിയുടെ സൈസ് എപ്പോഴും നമ്മൾ ഒരു ഡിസൈഡ് ലെവലിൽ കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് എന്താ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് നമുക്ക് എക്കണോമിക്കലി നമുക്കത് മെറ്റീരിയൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്കണോമിക്കലി മെറ്റീരിയൽ മാനേജ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു റിക്വയർഡ് ലെവൽ അല്ലെങ്കിൽ റിക്വയർഡ് സൈസ് ഓഫ് ഇൻവെന്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത് എന്താ അതാണ് ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പറഞ്ഞപ്പോഴും നമ്മൾ എന്താ മെറ്റീരിയൽ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ എന്താ നമ്മൾ റീഓർഡർ ചെയ്യുക. എന്നാൽ മാത്രമാണ് എന്താ ആ ഒരു ടുവേർഡ്സ് ഫിനിഷിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് റീഓർഡർ ചെയ്ത മെറ്റീരിയൽസ് വരും, നമുക്ക് ആ ഒരു വർക്ക് ഡിലേ ഒന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ലോട്ട് സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക.
കുറച്ച് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ് ആണ് ഇത്. പി എസ് സിക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഓരോ ടൈപ്പ് ഓഫ് അനാലിസിസ് എന്തിനാണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് എ ബി സി അനാലിസിസ്. സോ എ ബി സി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റിംഗ് അക്യുറസി ആണ്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിന് എത്രത്തോളം അക്യുറസിയോട് കൂടി ഫോർകാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം അക്യുറസി ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനും പ്രൊവൈഡ് ചെയ്യണം. അത് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് പറയുന്നത്. എ ബി സി അനാലിസിസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ. അതിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. എ ടൈപ്പ് മെറ്റീരിയൽസ്, ബി ടൈപ്പ് മെറ്റീരിയൽസ് ആൻഡ് സി ടൈപ്പ് മെറ്റീരിയൽസ്. സോ എ ടൈപ്പ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അക്യുറസി ആണ്, ബേസ്ഡ് ഓൺ അക്യുറസി ആണ്. സോ എ ടൈപ്പ് മെറ്റീരിയൽസ് ഇറ്റ് വിൽ ബി ഏറ്റവും കൂടുതൽ, അതായത് ഹൈ പ്രിസിഷൻ ആൻഡ് അക്യുറസി റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എ ടൈപ്പ് മെറ്റീരിയൽസ്. ആൻഡ് ദെൻ ബി ടൈപ്പ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്രോക്സിമേറ്റ് ഫോർകാസ്റ്റ് മതി, അതുപോലെ അനുസരിച്ച് ഒരു മിഡിൽ ലെവൽ ഓഫ് പർച്ചേസിംഗ് ഒക്കെ മതി, അതായത് കുറച്ച് അതായത് പ്രോപ്പർ അക്യുറേറ്റ് ഒരു മീഡിയം അക്യുറസി മതി. ആൻഡ് സി ടൈപ്പ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർകാസ്റ്റിംഗ് ഒന്നും വേണ്ട, ഒരു റഫ് കാൽക്കുലേഷൻ മാത്രം മതി ആ മെറ്റീരിയൽസ് എത്രത്തോളം വേണം എന്നുള്ളത്. അതുപോലെ ബൾക്ക് ഓർഡറിംഗ് ഒക്കെ പ്രിഫേർഡ് ആണ്, അതായത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് സി ടൈപ്പ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then next is the VED analysis. VED analysis ഇത് പറയുന്നത് ഇറ്റ് ഈസ് വൈറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആൻഡ് എസെൻഷ്യൽ ആയിട്ട് ഡിമാൻഡ്സ്, അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ഡിമാൻഡ്. സോ അതാണ് VED അനാലിസിസിൽ വരുന്നത്. ദെൻ FSN അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസെപ്ഷൻ ആണ്, ഫാസ്റ്റ് കൺസ്യൂമിങ്, സ്ലോ കൺസ്യൂമിങ്, അതുപോലെ തന്നെ നോർമലി കൺസെപ്ഷൻ വരുന്ന മെറ്റീരിയൽസ്. ദെൻ HML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൈസ്, യൂണിറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് HML അനാലിസിസ് വരുന്നത്. സോ ഹൈ പ്രൈസ് ഉള്ള മെറ്റീരിയൽസ്, മീഡിയം പ്രൈസ് ആൻഡ് ലോ പ്രൈസ് മെറ്റീരിയൽസ്. ദെൻ XYZ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XYZ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റീരിയൽ സ്റ്റോറേജ് ആണ്, എങ്ങനെ ഏത് രീതിയിലാണ് ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് XYZ അനാലിസിസ്. ദെൻ SDE അനാലിസിസ്. SDE അനാലിസിസ് പ്രൊക്യൂർമെന്റ്, എന്ത് ടൈപ്പ് ഓഫ് പ്രൊക്യൂർമെന്റ് ആണ് നടത്തുന്നത്, ലൈക്ക് സ്കേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ, അതോ ഡിഫിക്കൽട്ട് പ്രൊക്യൂർ ആണോ, അതോ ഈസി ടു പ്രൊക്യൂർ ആണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ് SDE അനാലിസിസ്. ദെൻ GOLF ഗോൾഫ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊക്യൂർമെന്റ് സ്ട്രാറ്റജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതായത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ വഴിയുള്ളതാണോ, അതോ ഓർഡിനറി പ്രൊക്യൂർമെന്റ് സ്ട്രാറ്റജി ആണോ, സോ ലോക്കലി പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നതാണോ, ഓർ ഫോറിൻ പ്രൊക്യൂർമെന്റ് പോളിസീസ് വരുന്നതാണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഗോൾഫ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പോർഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പി എസ് സിക്ക്, ലൈക്ക് ABC അനാലിസിസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ABC അനാലിസിസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഓർ VED അനാലിസിസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ, ഇത് പി എസ് സിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അപ്പൊ ഇതൊന്ന് നോക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് കൺസ്ട്രക്ഷൻ സേഫ്റ്റി. സോ കൺസ്ട്രക്ഷൻ നമുക്കറിയാം എന്താ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഇൻഡസ്ട്രി ആണ്. അതിലെന്താ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ലൈക്ക് റൂറൽ ഹൗസ് ടു എന്താ, ഇപ്പോൾ നമ്മൾ മൾട്ടി സ്റ്റോറീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ വില്ലേജ് റോഡ് തൊട്ട് നമ്മൾ ഹൈവേസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഡോക്സ്, ഹാർബേഴ്സ്, എയർപോർട്ട്സ്, അങ്ങനെ നമ്മൾ വെറൈറ്റി അല്ലെങ്കിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ വരുന്നുണ്ട്. സോ ഈ ഓരോ ഫീൽഡിലും എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് അല്ലെങ്കിൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു സെക്ടറാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, വർക്കിന്റെ നേച്ചർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി കാരണമായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വർക്ക് സ്കാറ്റേർഡ് ആയിരിക്കാം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കൺഫൈൻഡ് ആയിട്ട് ഇരിക്കില്ല. ഇപ്പൊ നമ്മൾ എന്താ ഒരു റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റോഡ് ആ ലോങ് ലെങ്ത് പോകണം, അതായത് ആ ഒരു പല രീതിയിൽ കിടക്കും. ഇപ്പൊ ഒരു അതുപോലെ തന്നെ ഇപ്പൊ ഒരു സൈറ്റ്, ഒരു ലാർജ് കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈറ്റിന്റെ ഏരിയ ആണെങ്കിൽ ചിലപ്പോൾ പക്ഷെ പ്ലാന്റ് ഒക്കെ എവിടെ ആയിരിക്കും, വേറൊരു ഏരിയയിലായിരിക്കാം, അതായത് അതിന് ഇതായിട്ടുള്ള ഒരു വേറൊരു ഏരിയയിലായിരിക്കും പ്ലാന്റ് ഒക്കെ വരിക. സോ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന വർക്കാണ്. അതുപോലെ സോ ഈ പല റീസൺസ് കൊണ്ട് നമുക്ക് എന്താ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷർമെന്റ്സ് നമുക്ക് ഹെൽപ്പിംഗ് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസ് ഇപ്പൊ അതും ഈ പറഞ്ഞ ആക്സിഡൻസ് എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ഉണ്ടാവും. ബേസിക്കലി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ആക്സിഡൻസ് ഉണ്ടാവുന്നത് ഫാറ്റൽ 4 എന്നുള്ള, അതായത് 4 റീസൺസ് ആണ് അതിന് പറയുന്നത്. ഫോൾസ്,
അതായത് ഇപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ നമുക്കറിയാം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഫെസിലിറ്റിയിൽ ഉണ്ടാവുന്ന വീണ് പരിക്കേൽക്കാനും വീണ് ആക്സിഡൻസ് ഇഞ്ചേർഡ് ആവുക, അല്ലെങ്കിൽ എന്താ ഒബ്ജക്ട്സിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാരണം സ്ട്രക്ക് ആയി പോവുക, അല്ലെങ്കിൽ ഇലക്ട്രോഷൻസ് അതായത് ഇലക്ട്രിക്കൽ ഷോക്സ് കിട്ടുക, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിൽ പെട്ടുപോവുക. സോ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കുറെ കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ വേറെ ഒരുപാട് റീസൺ കൊണ്ട് നമുക്ക് ആക്സിഡൻസസ് ഉണ്ടാവാം. എന്തൊക്കെ കാരണം ഉണ്ടാവും? ട്രെയിനിങ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്കേഴ്സ് അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന് പ്രോപ്പർ ആയിട്ട് സേഫ്റ്റി അവയർനെസ് ഉണ്ടാവാതിരിക്കുക. അതുപോലെ തന്നെ എന്താ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടാതിരിക്കുക. ഒരു വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ഇല്ല, അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ആ ഒരു നെഗ്ലിജൻസ് കാരണം ഉണ്ടാവാം. പിന്നെ പറയുന്ന ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ പറയുന്ന റൂൾസും റെഗുലേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുക, അതിലുണ്ടാവുന്ന നെഗ്ലിജൻസ് കാരണം ഉണ്ടാവാം. ദെൻ ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യുമ്പം വർക്കേഴ്സ് ഓവർ ടൈം കാരണം വർക്ക് ചെയ്യുമ്പം ഉണ്ടാവുന്ന നെഗ്ലിജൻസ് കാരണം ആക്സിഡൻസ് ഉണ്ടാവാം. സോ അപ്പൊ നമുക്ക് പല റീസൺസ് കൊണ്ട് നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവാം. സോ ഈ ഇഞ്ചുറീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെഷേഴ്സ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ വർക്കേഴ്സിനാണെങ്കിലും എംപ്ലോയേഴ്സിനാണെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യുക നമ്മുടെ സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ വർക്കിന്റെ ഓരോ സ്റ്റേജിലും എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ലൈക്ക് ഇപ്പൊ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുക, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക. സോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക. ദെൻ മാനേജ്മെന്റ് സേഫ്റ്റി. സോ എന്താ മാനേജ്മെന്റ് സേഫ്റ്റി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. സോ ആ ഓർഗനൈസേഷൻസ് എന്താ മാനേജ്മെന്റ് സേഫ്റ്റി സർക്കിൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സേഫ്റ്റി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. സോ അതുവഴി എന്താ നമുക്ക് കൂടുതലായിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാം. ആ ഒരു കമ്പനിയിൽ എന്തൊക്കെ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രൊജക്ട് സേഫ്റ്റി മാനുവൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അതിന്റെ ബേസിസിലാണ് ആ ഒരു വർക്ക് പ്രോജക്റ്റിൽ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണ്ടേ. ദെൻ അക്കൗണ്ടബിലിറ്റി, എല്ലാ ലെവൽസിലും ഈ പറഞ്ഞ പോലെ സേഫ്റ്റി അവയർനെസ് ഉണ്ടാക്കുക. ഓൾസോ നമ്മുടെ സേഫ്റ്റി പ്ലാനിങ് പ്രോസസ്സിൽ തന്നെ നമ്മൾ സേഫ്റ്റി അക്കൗണ്ട് കൺസിഡർ ചെയ്യുക. ഏതൊക്കെ സ്റ്റേജിലാണ് ഇങ്ങനെ സേഫ്റ്റി, അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി മെഷർ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതെല്ലാം പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഇൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് പ്രീ ക്വാളിഫൈഡ് ആയിട്ട് അതുപോലെ പ്രോപ്പർ സേഫ്റ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ആണെന്ന് എൻഷുർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ടർക്ക് ഇതുപോലെ സേഫ്റ്റി എൻഷുർ ചെയ്യാത്ത ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കോൺട്രാക്ടേഴ്സിനൊന്നും എടുക്കാതിരിക്കുക. പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കുക. അതുപോലെ ഫോൾട്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എനേബിൾ ചെയ്യുക. ദെൻ പ്രോപ്പർ ആയിട്ട് ഇൻസ്പെക്ഷൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ആക്സിഡൻസ് റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ സൈറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തുക. അതായത് പ്രോപ്പർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കഫോൾഡിങ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, സ്കഫോൾഡിങ് ഒക്കെ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. എല്ലാം സ്ക്രൂസ് എല്ലാം ടൈറ്റ് ആണോ, എല്ലാ കണക്ഷൻസും ടൈറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുക. സോ അതുവഴിയൊക്കെ എന്താ നമുക്ക് പറഞ്ഞ പോലെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ പറഞ്ഞ സേഫ്റ്റി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സേഫ്റ്റി പ്രോഗ്രാം ഈ പറഞ്ഞ ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ്റ്റി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാതെ സേഫ്റ്റി മാനുവൽസ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഈ സേഫ്റ്റി പ്രോഗ്രാംസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് ഇഞ്ചുറീസ് ലെസൺ ചെയ്യാൻ, അതായത് വർക്കേഴ്സിന്റെ പെർമനന്റ് അല്ലെങ്കിൽ ടെമ്പററി ഇഞ്ചുറീസ് ലെസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സേഫ്റ്റി പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ലൈഫും ലോസ് ഉള്ള ഡാമേജ് ഓഫ് എക്യുപ്മെന്റ് ഓർ പ്രോപ്പർട്ടീസ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ സേഫ്റ്റി പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ സേഫ്റ്റി പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു റീസൺ കൂടിയാണ് നമ്മൾ സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്ക് വർക്കേഴ്സിന് ആക്സിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ക്ലെയിംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യണം.
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു സേഫ്റ്റി വരുന്ന. സെയിം തന്നെ സേഫ്റ്റി എഡ്യൂക്കേഷൻസും കൊടുക്കുക, സേഫ്റ്റി പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഓരോ ഗ്രൂപ്പ്സ് ലൈക്ക് സീനിയർ മാനേജ്മെന്റ് ആയിരിക്കാം, സൂപ്പർവൈസേഴ്സ് ആയിരിക്കാം, വർക്കേഴ്സ് ആയിരിക്കാം. സോ ഓരോ ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത് അവർക്കെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് കൊടുക്കുക. ന്യൂ എംപ്ലോയീസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്യുക, സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ സേഫ്റ്റി മാനുവൽ പ്രിപ്പയർ ചെയ്യുക. ഓരോ കൺസ്ട്രക്ഷൻ കമ്പനിയും ഒരു സേഫ്റ്റി മാനുവൽ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് അതിൽ ആ ഒരു കമ്പനിയുടെ സേഫ്റ്റി പോളിസി എന്താണെന്ന് മെൻഷൻ ചെയ്യുക, സേഫ്റ്റി എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി, ലൈക്ക് എന്തൊക്കെയാണ് സീനിയർ എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതുപോലെ ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, ഫസ്റ്റ് എന്താണ് മെഷേഴ്സ് എടുക്കേണ്ടത്, ദെൻ സേഫ്റ്റി റെഗുലേഷൻസ് എങ്ങനെ ചെയ്യാം, ദെൻ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. ആ ഒരു സേഫ്റ്റി മാനുവലിൽ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ, ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യണം. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ആക്സിഡൻസ് ആൻഡ് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്ക് ജനറൽ ആയിട്ട് എടുക്കാറുള്ളത്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ജനറൽ ആയിട്ട് എന്തൊക്കെയാണ് സേഫ്റ്റി, അതുപോലെ തന്നെ സേഫ്റ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, സേഫ്റ്റി മാനുവൽ, ദെൻ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ്, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോയാൽ മതി ഒരു ടോപ്പിക്കിൽ നിന്ന്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ ക്വാളിറ്റി എങ്ങനെ ഇൻഷുർ ചെയ്യാം. ദെൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ക്വാളിറ്റി സർക്കിൾ എന്താണ്, അതെല്ലാമാണ് നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസിൽ വരുന്നത്. സോ എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് യൂസ് ചെയ്യാൻ വേണ്ടി ഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മളത് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കസ്റ്റമർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒരു കസ്റ്റമർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ആ ഒരു എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുന്നത്, അതിന്റെ ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫൈനലി ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ദെൻ ക്വാളിറ്റി സർക്കിൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ സർക്കിൾ ഉണ്ട്. അത് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ആണ്. അവര് റെഗുലർലി മീറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അത് ഐഡന്റിഫൈ ചെയ്യും, അത് അനലൈസ് ചെയ്യും, അതിന് സോൾവ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യും. ആൻഡ് ഈ ക്വാളിറ്റി സർക്കിൾസിൽ മിനിമം 3 to maximum 12 നമ്പേഴ്സ് ആണ് ഉണ്ടാവുന്നത്. സ്മോൾ സൈസിലുള്ള ഒരു ഗ്രൂപ്പാണ്. അതിന് ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും. അവരാണ് ഈ എന്തൊക്കെയാണ് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യും, അനലൈസ് ചെയ്യും, അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് പ്രോസസ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റിന് എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സോ അതാണ് ആ ഒരു ഓഡിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞത്. ഓഡിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഒരു 3 to maximum 12 നമ്പേഴ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്. അവര് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ ക്വാളിറ്റി കാറ്റഗറീസ് ഓഫ് ക്വാളിറ്റി വരുന്നതാണ്. 3 types ഓഫ് കാറ്റഗറീസ് ആണ് നമ്മൾ ക്വാളിറ്റിയിൽ പറയുന്നത്. സോ ഫസ്റ്റ് ഇസ് ദി ക്വാളിറ്റി ഓഫ് ഡിസൈൻ. ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്പെസിഫിക്കേഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ഡിസൈൻ സ്റ്റേജിൽ, അല്ലെങ്കിൽ അതായത് ഓരോ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ്, ഇപ്പം നമ്മൾ കോഡ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് പോകാൻ, ആ ഒരു സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയുന്നത് മീറ്റ് ചെയ്ത് പോവാം. സോ ഒരു ഗുഡ് ക്വാളിറ്റി ഡിസൈൻ എന്തായിരിക്കും, എൻഷുർ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഓഫ് ദി ഫെസിലിറ്റി. ആ ഒരു എൻ്റയർ ലൈഫ് സ്പാൻ ഓഫ് ദി ഫെസിലിറ്റിയിൽ അതിനൊരു കൺസിസ്റ്റൻസി ആയിട്ട് ഒരു ഗുഡ് പെർഫോമൻസ് തരാൻ പറ്റണം. അങ്ങനത്തെ രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ കൺഫോമിങ് ടു ക്വാളിറ്റി മീൻസ് ക്വാളിറ്റി അല്ലെ ആ ഒരു കൺസ്ട്രക്ഷൻ
മീൻസ് ആ ഒരു ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്താ റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നതാണ് എന്താ കൺഫോമിങ് ടു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർ വർക്ക് സീക്വൻസസ്, എന്താണ് പ്രൊസീജിയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മെത്തേഡ് എന്തൊക്കെയാണ് പ്രോസസ്സ് വരുന്നത്, ആ ഒരു പ്രോസസ്സ് എല്ലാം എന്താ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോവാ. ആൻഡ് ദെൻ പ്രോപ്പർ ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക, ഇൻസ്പെക്ഷൻസ് പ്രോപ്പർ ടൈം ടു ടൈം ഇൻസ്പെക്ഷൻസ് നടത്തി അതെന്താ ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എൻഷുർ ചെയ്യുന്ന എന്താ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ വർക്ക് സീക്വൻസസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ സ്പെസിഫിക്കേഷനിലെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ദെൻ ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റി എങ്ങനെയാണ് നമുക്ക് ആ ഒരു കൺസ്ട്രക്ട് ഫെസിലിറ്റി എങ്ങനെയാണ് നമുക്ക് ആ പെർഫോമൻസ് തരുന്നത്, ആ ഒരു അതായത് അതിന്റെ ഫൈനൽ പെർഫോമൻസ് എങ്ങനെയാണ്, അതായത് ഇന്റൻഡഡ് ലൈഫ് സ്പാൻ അതിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് എന്താ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ഈ ക്വാളിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് കൺഫോമിങ് ടു ക്വാളിറ്റി ഓഫ് കൺഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഫൈനൽ പെർഫോമൻസ് ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമുക്ക് ഇൻ ടേംസ് ഓഫ് പാരാമീറ്റർ ഫോളോയിങ് ക്വാളിറ്റി characteristics may be defined in terms of parameters which may be of the following types. Technical parameters ന്റെ രീതിയിൽ നമുക്ക് parameters വെച്ച് നമുക്ക് ക്വാളിറ്റി മെൻഷർ ചെയ്യാം. Then psychological parameters like taste, beauty അല്ലെങ്കിൽ അതായത് അപ്പിയറൻസ് വെച്ച് നമുക്ക് ബ്യൂട്ടി അപ്പിയറൻസ് വെച്ച് പറയാം, സൈക്കോളജിക്കൽ പാരാമീറ്റേഴ്സ് വയ്ക്കാം. ദെൻ ടൈം പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാം. അതുപോലെ കോൺട്രാക്ച്വൽ പാരാമീറ്റേഴ്സ് ലൈക്ക് സേഫ്റ്റി, റിലയബിലിറ്റി വെച്ച് നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാം. ദെൻ എത്തിക്കൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാം. സോ ഇതൊക്കെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്, ലൈക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഏതൊക്കെ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then quality control and quality inspection. So quality control എന്ന് പറഞ്ഞാൽ അതായത് ആ ഒരു പ്ലാൻ ചെയ്ത സിസ്റ്റമാറ്റിക് ആക്ഷൻസ് ആണ്. അതെന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്ഷൻസ്, അതിനാണ് എന്താ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരിക്കാം, അത് ആ ഒരു പ്രൊസീജിയേഴ്സ് ആയിരിക്കാം, നമ്മൾ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആയിരിക്കാം, ടൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് നോംസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് വിച്ച് ആർ യൂസ് ടു കൺട്രോൾ ദി ക്വാളിറ്റി ഓഫ് ആൻ ഒബ്ജക്ട്. ആൻഡ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, അതായത് ഇൻസ്പെക്ഷൻ ആ ഒരു നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്താ, നമ്മുടെ റിക്വയർഡ് ക്വാളിറ്റി അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. അതിനു വേണ്ടിയാണ് എന്താ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. സോ ISO സ്റ്റാൻഡേർഡ് ഡിഫൈൻസ് ഇൻസ്പെക്ഷൻ ആസ് ആൻ ആക്ടിവിറ്റി ഓഫ് മെഷറിംഗ്, എക്സാമിനിങ്, ടെസ്റ്റിംഗ് one or more characteristics of a product or service and comparing the results with specified requirement in order to establish whether the conformity is achieved for each characteristics. അതായത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്താ അത് ഫൈനലി ആ ഒരു കൺഫോമിറ്റി തരുന്നുണ്ടോ അല്ലെങ്കിൽ ആ റിക്വയർഡ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിനെ എക്സാമിൻ ചെയ്ത് നോക്കണമെന്നാണ് എന്താ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ദ നീഡ് ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ്, അത് എന്തുകൊണ്ടൊക്കെ നമുക്ക് ക്വാളിറ്റി, സോ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. കാരണം നമുക്ക് എപ്പോഴും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് കുറവായിരിക്കും. സോ നമുക്ക് ഒബ്വിയസ്ലി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ റിഡക്ഷൻ ഓഫ് സ്ക്രാപ്പ്, അതായത് ക്വാളിറ്റി അതായത് കൂടുതൽ നമ്പർ ഓഫ് ഐറ്റംസ് റിജക്റ്റഡ് ആവുന്നില്ലാത്തതുകൊണ്ട് സ്ക്രാപ്പ് റിഡക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പർ ഇൻസ്പെക്ഷൻസ് എല്ലാം നടത്തുന്നതുകൊണ്ട് എന്താ നമുക്ക് കൺസ്ട്രക്ഷൻ ഫോൾസ് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ കോസ്റ്റ്, ലോങ് റണ്ണിൽ നമുക്ക് എന്താ കോസ്റ്റ് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി കോസ്റ്റ്ലി ആണ്.
ബട്ട് എന്താ ഇൻ ദ ലോങ് റൺ നോക്കുവാണെങ്കിൽ അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കോസ്റ്റ്ലിയാണ്. പക്ഷെ ലോങ് റണ്ണിൽ എന്തായിരിക്കും, നമുക്ക് കൂടുതൽ ഡിഫക്റ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ നമുക്ക് മാർക്കറ്റ് വാല്യൂ കൂടും. സോ നമുക്ക് എന്താ എക്കണോമിക് ആയി, അതായത് കൂടുതൽ ഇൻ ദ ലോങ് റൺ നമുക്ക് അതിന്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യിക്കാൻ പറ്റും. ദെൻ ആ ഒരു പ്രോപ്പർ ആയിട്ട് എപ്പോഴും ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും നമ്മുടെ വർക്കേഴ്സിന്റെ ഇടയിൽ. എന്തൊക്കെയാണ് ഇനി ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, എന്തൊക്കെ ടൈപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. ദെൻ എക്സ്പെർട്ടൈസ് ഓഫ് വർക്കേഴ്സ്, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജി ആണ്. ദെൻ ഇൻസ്പെക്ഷൻസ്, നമ്മൾ എന്താ പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേജിലും പ്രോപ്പർ നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തുക. അപ്പം അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഫണ്ട്സ്, ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താ ഫണ്ട് ഓർഗനൈസേഷൻ അവൈലബിൾ ആവുന്നുണ്ടെങ്കിലാണ് എന്താ നമുക്ക് ക്വാളിറ്റി എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റിങ്സ് ഒക്കെ നടത്തി നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ ടൈം അവൈലബിലിറ്റി, ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഒരു പർട്ടിക്കുലർ കൺസ്ട്രക്ഷന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ഉള്ളത്, അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി എന്ത് ടൈപ്പ് ഓഫ് നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണുള്ളത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താ അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഓഫ് ഇൻസ്പെക്ടേഴ്സ്, അതുപോലെ ക്വാളിറ്റി ഓഫ് ഡിസൈൻ, ദെൻ നേച്ചർ ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താ ക്വാളിറ്റി കൺട്രോൾ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദെൻ സ്റ്റേജസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്, 3 സ്റ്റേജസ് ആണ്: ക്വാളിറ്റി പ്ലാനിങ്, ദെൻ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സോ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് എന്താ ആ ഒരു റെലവൻറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയൊക്കെ നമുക്ക് ആ റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ ഒരു പ്രോജക്റ്റ് റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നമ്മുടെ ആക്ടിവിറ്റീസ്, ഇൻക്ലൂഡിങ് എന്തൊക്കെയായിരിക്കും, ഇവാലുവേഷൻ, ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇവാലുവേഷൻ, ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇവാലുവേഷൻസ് ആണ് എന്താ ക്വാളിറ്റി അഷുറൻസ്. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താ നോൺ കൺഫോമിറ്റി ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക, ഡിഫക്ട്സ് ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നില്ലാത്ത എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ 2 ടൈപ്സ് ആണ് വരുന്നത്: പ്രോസസ് കൺട്രോൾ ആൻഡ് എൻഡ് കൺട്രോൾ. പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റേജിൽ നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണം, അതാണ് പ്രോസസ് കൺട്രോൾ. ആൻഡ് എൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി അത് ഇപ്പം ഒരു റിക്വയർഡ് സ്റ്റാൻഡേർഡ് തരുന്ന പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യുക, അതാണ് 2 ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഉള്ളത്: പ്രോസസ് കൺട്രോൾ ആൻഡ് എൻഡ് കൺട്രോൾ. Then next is the total quality management. സോ അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജ്മെന്റും അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കേഴ്സും എന്താ ഒരുപോലെ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യുക, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ സ്റ്റേജിലും വർക്ക് ചെയ്യുക. ആൻഡ് അവരുടെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കസ്റ്റമർ ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആണ് ഫൈനൽ എയിം എന്ന് പറഞ്ഞു. Then concepts of total quality management. So concepts എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ടോപ്പ് മാനേജ്മെന്റ്, അതായത് ആ ഒരു ഓർഗനൈസേഷന് ടോപ്പ് മാനേജ്മെന്റും അവെയർ ആയിരിക്കണം എന്തൊക്കെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേണ്ട പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അവർക്കും എന്താ ഈ പറഞ്ഞ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടാവണം, അവരും കമ്മിറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്താ പ്രോപ്പർ ഫണ്ടിങ് ഉണ്ടാവുള്ളൂ, അവരും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ ബാക്കി എംപ്ലോയേഴ്സിനും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫോക്കസിങ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻവോൾവ് എംപ്ലോയീസ്, ഓരോ ക്വാളിറ്റി ആസ്പെക്ട്സും എംപ്ലോയീസിനെ മനസ്സിലാക്കിക്കുക. ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇസ് റിക്വയർഡ്, അതായത് ഇപ്പോൾ വൺസ് ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
ആ ഒരു അടുത്ത സ്റ്റേജസ് അടുത്ത ടൈംസിലോട്ടും എന്താ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടി നോക്കുക. അല്ലാതെ വൺസ് ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിട്ട് കളയാതെ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഫോളോ ചെയ്യുക. അത് TQMന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ദെൻ ട്രീറ്റ് സപ്ലയേഴ്സ് ആസ് യുവർ പാർട്ട്നേഴ്സ്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമുക്ക് പ്രോപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തരുന്ന സപ്ലയേഴ്സിനെ നമ്മൾ എടുക്കുക. ആൻഡ് ദെൻ ട്രാക്കിംഗ് മെക്കാനിസം, ഓരോ പ്രോസസ്സിനും എന്താ ട്രാക്കിംഗ് മെക്കാനിസം ഫോളോ ചെയ്യുക. മീൻസ് ഓരോ പ്രോസസ്സിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി ഉണ്ട് എന്ന് എൻഷുർ ചെയ്തു പോവുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ലാസ്റ്റ് ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്. സോ കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്നതാണ് നമ്മുടെ കോൺട്രാക്ട്. സോ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എൻ അഗ്രിമെന്റ് ആണ് അല്ലെ. നമ്മുടെ ഒരു വർക്ക് അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്യാം എന്നൊരു ഫേം അല്ലെങ്കിൽ ഒരാള് അഗ്രിമെന്റ് ചെയ്യുന്നു. ഒരു certain conditions and terms എന്ന് വെച്ചിട്ട് എന്താ ഒരു വർക്ക് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അഗ്രിമെന്റ് വെക്കുന്നതിനാണ് എന്താ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ആസ് പെർ PWD കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എൻ അഗ്രിമെന്റ് ഓർ അണ്ടർടേക്കിംഗ് ബൈ എ പേഴ്സൺ ഓർ ഫേം ടു ഡു സം വർക്ക് അണ്ടർ സർട്ടൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇനി ഈ വർക്ക് എന്തൊക്കെ വരാനായിരിക്കും, ഒന്നെങ്കിൽ ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് റിപ്പയർസിന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്ലൈ, അല്ലെങ്കിൽ മെറ്റീരിയൽ ലേബർ സപ്ലൈക്ക്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിന് മാത്രമായിരിക്കാം. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് അതായത് ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി വെക്കുന്ന ഒരു അഗ്രിമെന്റിനാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. കുറച്ച് കോമൺ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ആണ് ഐറ്റം റേറ്റ് കോൺട്രാക്ട്, ദെൻ പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്ട്, ലംസം കോൺട്രാക്ട്, ലേബർ കോൺട്രാക്ട്, മെറ്റീരിയൽ സപ്ലൈ കോൺട്രാക്ട്, കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്ട്, cost plus fixed fee contract, cost plus sliding or fluctuating fee scale contract, BOT contract and negotiated contract. അപ്പോൾ ഈ ഓരോ കോൺട്രാക്റ്റും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇസ് ഐറ്റം റേറ്റ് ഓർ യൂണിറ്റ് പ്രൈസ് റേറ്റ് കോൺട്രാക്ട് ഓർ ഷെഡ്യൂൾ കോൺട്രാക്ട്. സോ ഈ ഒരു കോൺട്രാക്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ആ ഒരു വർക്കിന്റെ എക്സിക്യൂഷൻ എടുക്കുന്നത് ഐറ്റം റേറ്റിന്റെ ബേസിസിലായിരിക്കും. ഓരോ ഐറ്റം റേറ്റിന്റെ ബേസിസിലായിരിക്കും കോൺട്രാക്ടർ അഗ്രിമെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ വർക്കിനുള്ള, അതായത് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് ഫർണിഷ് ചെയ്തേക്കുന്ന അതായത് ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസിന്റെ ബേസിസിൽ എന്താ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് വർക്കിനും എമൗണ്ട് കോട്ട് ചെയ്യുക. ആൻഡ് ഇതിന്റെ ബേസിസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഡീറ്റെയിൽഡ് മെഷർമെന്റ്സ് എടുത്തിട്ടാണ് എന്താ ആക്ച്വലി മെഷർ ചെയ്ത് ആക്ച്വൽ മെഷർമെന്റ്സ് എടുത്തിട്ടായിരിക്കും എന്താ പേയ്മെന്റ്സ് കോൺട്രാക്ടറിന് കൊടുക്കുന്നത്. ദെൻ പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റിലും എന്താ ഒരു ഐറ്റം റേറ്റ് ടെൻഡർ ആണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് വിത്ത് റേറ്റും എമൗണ്ടും ടോട്ടൽ എമൗണ്ടും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആൻഡ് ഈ ഒരു റേറ്റിന്റെ സ്പെസിഫിക്കേഷനിൽ എന്ത് ചെയ്യുക, കോൺട്രാക്ടർ വർക്ക് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എന്താ അതിൻ്റെ കൂടെ ആസ് പെർ ഷെഡ്യൂൾ പ്ലസ് കുറച്ച് പെർസെൻറ്റേജ് ഈ ഒരു പറഞ്ഞേക്കുന്ന റേറ്റിൻ്റെക്കാളും എബവ് അല്ലെങ്കിൽ ബിലോ ഒരു കുറേ പെർസെൻറ്റേജും കൂടെ ആ ഒരു വർക്കിൽ അയാൾക്ക് കൊടുക്കും. നെക്സ്റ്റ് ലംസം കോൺട്രാക്ട് ആണ്. ലംസം കോൺട്രാക്ടിന് ഒരു ഫിക്സഡ് സമ്മ് കോട്ട് ചെയ്യുക. ഒരു വർക്ക് ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫിക്സഡ് സമ്മ് കോട്ട് ചെയ്യുക. ആ ഒരു വർക്കിന്റെ ഉള്ളിൽ എന്താ ഫുൾ ആ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, ഇൻക്ലൂഡ് അക്കോർഡിംഗ് ടു ഡ്രോയിങ് ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻസ്. ലേബർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലേബർ സപ്ലൈക്ക് മാത്രമായിട്ട് വരുന്നതാണ് എന്താ ലേബർ കോൺട്രാക്ട്. ലേബർ സപ്ലൈ മാത്രം, മെറ്റീരിയൽസ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ലേബർ മാത്രം വരുന്നത്. മെറ്റീരിയൽ സപ്ലൈ ആകുമ്പോൾ എന്താ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ലോക്കൽ ടാക്സസ് അതുപോലെ തന്നെ ഡെലിവറി ചാർജസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട് എന്താ മെറ്റീരിയൽ സപ്ലൈക്ക് മാത്രമായിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ് മെറ്റീരിയൽ സപ്ലൈ കോൺട്രാക്ട്. ദെൻ കോസ്റ്റ് പ്ലസ്, കുറച്ച് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്സ് വരുന്നുണ്ട്. സോ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് എന്താ ആക്ച്വൽ കോസ്റ്റ് പ്ലസ് ഒരു അഗ്രീഡ് പെർസെൻറ്റേജ് ആ ഒരു കോൺട്രാക്ടറിന്റെ സർവീസിന് വേണ്ടി ഒരു അഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് ആ ഒരു ആക്ച്വൽ റേറ്റിനേക്കാളും കുറച്ച് അഗ്രീഡ് പെർസെൻറ്റേജും കൂടെ എന്താ ആ ഒരു കോൺട്രാക്ടർക്ക് അവോർഡ് ചെയ്യും. അതാണ് കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി കോസ്റ്റ് പ്ലസ് ഫിക്സഡ് ഫീ ആണെങ്കിൽ പെർസെൻറ്റേജിന് പകരം എന്തായിരിക്കും ഫിക്സ് ചെയ്ത എമൗണ്ടിന്റെ കൂടെ
ഒരു ഫിക്സഡ് ഫീ കൂടി പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കും. ഇനി കോസ്റ്റ് പ്ലസ് സ്ലൈഡിങ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ അഗ്രി ചെയ്തേക്കുന്ന ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഫീ കൊടുക്കും. അത് ഇൻവേഴ്സ്ലി വേരിയബിൾ ആയിരിക്കും. അതായത് ഇപ്പം ആക്ച്വൽ കോസ്റ്റിനേക്കാളും എസ്റ്റിമേറ്റഡ് കോസ്റ്റിനേക്കാളും ചെറിയൊരു, അതായത് കുറച്ചൊരു എമൗണ്ടിൽ കുറവാണെങ്കിൽ എന്താ ഈ വേരിയബിൾ ഫീ കൊടുക്കുന്നത് കൂടുതലായിരിക്കും. ഇനി ആക്ച്വൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെക്കാളും കൂടുതൽ എമൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താ കൊടുക്കുന്ന എമൗണ്ട്, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ഫീ കുറവായിരിക്കും. The next is the negotiated contract. Negotiated contract എന്ന് പറഞ്ഞിട്ട് ടെൻഡർ കോളിംഗ് ഒന്നുമില്ല. അതായത് നെഗോസിയേഷൻ വെച്ച് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പരിചയമൊക്കെ ഉള്ള ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ എന്താ നമ്മൾ മ്യൂച്വൽ ആ ഒരു നെഗോസിയേഷൻ വെച്ച് നമ്മൾ കോൺട്രാക്ട് അവാർഡ് ചെയ്യും. ആ ഒരു കോൺട്രാക്ടറിന് നമ്മൾ നമ്മുടെ വർക്ക് ലോഡ് എടുക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നെഗോഷിയേറ്റഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡറിങ് പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ അവർ ഏതെങ്കിലും ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തും. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഫോളോ ചെയ്താണ് അവർ വർക്ക് ടേക്കപ്പ് ചെയ്ത് പോകാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് BOT കോൺട്രാക്ട്. BOT കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഓർ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഹൈവേയുടെ കേസിലൊക്കെ നമ്മൾ ടോളൊക്കെ കൊടുക്കുന്നത് എന്താ, അതായത് ഒരു പ്രൈവറ്റ് ഫേമിന് ആ ഒരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു സാങ്ഷൻ കൊടുക്കുവാണ്. സോ അവർ ആ ഒരു പ്രോജക്റ്റ് അത് അവർ തന്നെ പ്ലാൻ ചെയ്തു, ഫിനാൻസ് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് എന്താ ആ ഒരു കൺസെഷൻ കൊടുക്കുവാണ് ആ ഒരു പ്രോജക്റ്റിൽ നിന്ന്. അവർക്ക് അതിൽ നിന്ന് അവർ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തിരിച്ചു പിടിക്കാനായിട്ട്. And build operate transfer or built on operate transfer is a form of project delivery method. യൂഷ്വലി എന്താ ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ BOT കോൺട്രാക്ട് യൂഷ്വലി PSCക്ക് ചോദിക്കാറുള്ളതാണ്. എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതിൽ. സോ അതായത് ഫിനാൻസും ഡിസൈനും കൺസ്ട്രക്റ്റും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും എന്താ ഈ പറഞ്ഞ പ്രൈവറ്റ് എൻറ്റൈറ്റി ആയിരിക്കും. Then next one ആണ് ടെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ടെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എൻ ഓഫർ ഇൻ റൈറ്റിംഗ് ടു എക്സിക്യൂട്ട് സം സ്പെസിഫൈഡ് വർക്ക് അറ്റ് സർട്ടൺ റേറ്റ്സ് വിത്തിൻ എ ഫിക്സഡ് ടൈം അണ്ടർ സർട്ടൺ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട് ആൻഡ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ദി കോൺട്രാക്ടർ ആൻഡ് ഓണർ. സോ ആ ഒരു വർക്ക് ടേക്കപ്പ് ചെയ്യാം എന്നുള്ളൊരു ഓഫറിംഗ് ആണ് എന്താ ടെൻഡർ എന്ന് പറയുന്നത്. ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കോൺട്രാക്ടർ വഴി വർക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഈ ടെൻഡേഴ്സ് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു ടെൻഡേഴ്സ് വിളിച്ചു, അപ്പോൾ ഒരു PWD വർക്ക് ആണെങ്കിൽ എന്തായിരിക്കും, അവരൊരു നോട്ടീസ് ഇടും, ഇന്ന വർക്ക് ഉണ്ട്, ഇന്നതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇത്രയാണ് എസ്റ്റിമേറ്റഡ് എമൗണ്ട്, ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇൻവിറ്റേഷൻ ഇടും. അത് കണ്ടിട്ട് എന്ത് ചെയ്യും, അതിന് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു കോമ്പീറ്റൻസി ഉള്ള കോൺട്രാക്ടേഴ്സ് അവരെ അപ്രോച്ച് ചെയ്യും. പറഞ്ഞാൽ ടെൻഡർ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അതിൽ നിന്ന് അതായത് ബിഡ് എത്രയാണ് എമൗണ്ട് അവർ കോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ നിന്ന് എന്താ ലോവസ്റ്റ് ബിഡ് കോട്ട് ചെയ്യുന്ന കോൺട്രാക്ടർക്ക് നമ്മൾ യൂഷ്വലി വർക്ക് അവാർഡ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ പോകുന്നത്. അപ്പം യൂഷ്വലി ടെൻഡർ ഡോക്യുമെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ഉണ്ടാവും, ദെൻ ടെൻഡർ ഫോം ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്, ദെൻ ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക് ടു ബി ഡൺ, ടൂൾസ് ആൻഡ് പ്ലാൻസ് സപ്ലൈഡ് ബൈ ക്ലയൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലൈക്ക് പെനാൽറ്റി ക്ലോസസ് ഒക്കെ വെക്കും, ദെൻ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്സ് ആൻഡ് മെറ്റീരിയൽസ്, പിന്നെ അപ്രൂവ്ഡ് ഡ്രോയിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ പ്രോഗ്രാം ഓഫ് വർക്ക്സ്, അതുപോലെ നെയിം ഓഫ് അതോറിറ്റി, ആരാണ് ഈ ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നത്, പിന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ക്ലോസസ്, ദെൻ നേച്ചർ ഓഫ് സ്കോപ്പ് ഓഫ് വർക്ക്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാമാണ്. ഇത്രയും കാര്യങ്ങൾ ആ ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവുന്നത്. ദെൻ ആ ഒരു നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. നെയിം ഓഫ് ക്ലയൻറ്റ് അല്ലെങ്കിൽ അതോറിറ്റി ഇൻവൈറ്റിംഗ് ടെൻഡർ ഏത് കമ്പനിയാണെന്നുള്ളത്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, ദെൻ എസ്റ്റിമേറ്റഡ് ക്ലോസ് അല്ലെങ്കിൽ പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് എത്രയായിരിക്കാം എന്നുള്ളത്, ദെൻ പ്രൈസ് ഓഫ് ടെൻഡർ ഫോം, അതുപോലെ അത് റിലേറ്റഡ് ഡോക്യുമെന്റ്സിന് എത്രയാണ് എമൗണ്ട് വരുന്നത്, ദെൻ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എത്രയാണ്, അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ലൈക്ക് പ്രീ ക്വാളിഫയിങ് ആണോ എന്നുള്ള കാര്യങ്ങൾ, ദെൻ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവാലുവേഷൻ ഓഫ് ടെൻഡർ അല്ലെങ്കിൽ ഹൂ ഈസ് ഇവാലുവേറ്റിംഗ് ദി ടെൻഡർ, ദെൻ റിട്ടൻഷൻ മണി എത്രയാണ്, അതുപോലെ ടൈം പീരീഡ് എത്ര
ടൈം പീരീഡിനുള്ളിൽ ആ ഒരു വർക്ക് തീർക്കണം. അതുപോലെ തന്നെ ടെൻഡർ ഫോം എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്, ഏത് ഡേറ്റിലാണ്, ഏത് ടൈമിലാണ്, ഏത് ഓഫീസിൽ നിന്നാണ് ടെൻഡർ ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്മിഷൻ ഓഫ് ടെൻഡർ എന്നാണ്. ആൻഡ് ഓൾസോ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ടെൻഡർ ഓപ്പണിംഗ് എന്നാണ്. ടെൻഡർ ഫോം സബ്മിറ്റ് ചെയ്തേക്കുന്ന ബിഡ് ടെൻഡേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്യുന്നതെന്നാണ്. ഇതൊരു ടെൻഡർ ഫോമിന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, അതായത് നെയിം ഓഫ് വർക്ക്, പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്, ദെൻ പീരീഡ് ഓഫ് കംപ്ലീഷൻ, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എത്രയാണ്, ദെൻ കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോം ആൻഡ് എവിടെയാണ് അവൈലബിൾ, ലാസ്റ്റ് ഡേറ്റ് സെയിൽ എത്രയാണ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ടെൻഡർ, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ദെൻ ഓഫീസ് വെയർ ടെൻഡർ ഷുഡ് ബി സബ്മിറ്റഡ് ആൻഡ് അതർ എനി റിമാർക്സ് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദി ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. സോ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഡർ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 1 to 2% ഇത് ചോദിക്കാറുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് PSC ചോദിക്കാറുള്ളതാണ്. യൂഷ്വലി 1 to 2% ആണ്. അതായത് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 1 to 2% കൂടെ ഒരു കോൺട്രാക്ടർ ടെൻഡർ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ആ ഒരു കോൺട്രാക്ടർക്ക് അവോർഡ് ചെയ്യുവാണെങ്കിൽ, അതായത് അയാൾ അതൊരു അഷുറൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. മീൻസ് ആ ഒരു വർക്ക് ടേക്കപ്പ് ചെയ്തോളാം എന്നുള്ളതിനൊരു അഷുറൻസും കൂടെ ആയിട്ടാണ് ഈ ഒരു ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്. ആൻഡ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ആയിരിക്കാം. ലൈക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെൻഡർ അയാൾക്ക് ആ ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടർക്ക് അവോർഡ് ചെയ്തിട്ട് ആ ഒരു കോൺട്രാക്ടർ ടേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ, ആ ഒരു ടെൻഡറിങ് പ്രൊസീജിയറിനുണ്ടായ പ്രൊസീജിയറൊക്കെ ചെയ്തതിന്റെ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ പണിഷ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ഓർ അൺനെസസറി കോമ്പറ്റീഷൻ, അതായത് പറഞ്ഞ റിക്വയർഡ് ക്വാളിഫിക്കേഷനും നോളജ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കോമ്പറ്റൻസ് ഇല്ലാത്ത കോൺട്രാക്ടേഴ്സ് ആ ഒരു ടെൻഡറിങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്താ ഈ ഒരു ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. 1 to 2% ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അത് PSCക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കോൺട്രാക്ടറിനാണ് വർക്ക് അവാർഡ് ചെയ്തേക്കുന്നത് ആ കോൺട്രാക്ടർ ഒരു 10% ടെൻഡേർഡ് എമൗണ്ടിന്റെ ഒരു 10% കൂടി ഇൻക്ലൂഡിങ് EMD സബ്മിറ്റ് ചെയ്യണം. EMD എന്ന ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. അത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി ഒരു സ്പെസിഫൈഡ് ടൈം ലിമിറ്റ്, യൂഷ്വലി ഒരു 1 year ഒക്കെ കഴിഞ്ഞാണ് എന്താ ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കോൺട്രാക്ടർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, കറക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു വർക്കിൽ മെയിൻ്റനൻസ് ഒക്കെ ആവശ്യം വരുവാണെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നായിരിക്കും അതിന്റെ മെയിൻ്റനൻസ് വർക്കിനൊക്കെ എടുക്കുക. അതൊരു കോൺട്രാക്ടർ അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കോൺട്രാക്ടർക്ക് തിരിച്ചു കൊടുക്കില്ല. ഇതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അതിന്റെ പെർസെൻറ്റേജും PSCക്ക് ചോദിക്കാറുണ്ട്. 10% ഇൻക്ലൂഡിങ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അതുപോലെ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണെങ്കിൽ 1 to 2% ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ദെൻ ടൈപ്സ് ഓഫ് ടെൻഡേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് ടെൻഡേഴ്സ് 4 types ഓഫ് ടെൻഡർ ഉണ്ട്. ഓപ്പൺ ടെൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ആ ഒരു ടെൻഡർ നോട്ടീസ് കണ്ട് എന്താ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് പ്രൊസീജിയർ അത് കണ്ട് എന്താ കോൺട്രാക്ടർ അപ്രോച്ച് ചെയ്ത് ടെൻഡറിങ് പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലോവസ്റ്റ് ബിഡുള്ള കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഉള്ള കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്നു. അതാണ് ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ. ലിമിറ്റഡ് ലോസ് ഓഫ് സെലക്ടഡ് ടെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ക്വാളിഫൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നോൺ ബിഡേഴ്സ് മാത്രമാണ് ആ ഒരു ടെൻഡറിങ് പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലിമിറ്റഡ് ടെൻഡേഴ്സ് അഡ്വർടൈസ്മെന്റ്സ് ന്യൂസ് പേപ്പേഴ്സിലൊന്നും അഡ്വർടൈസ്മെന്റ്സ് ആയിട്ടൊന്നും കൊടുക്കില്ല. സോ അതർ ബിഡേഴ്സിനൊന്നും എന്താ ഈ ഇങ്ങനത്തെ ഒരു ടെൻഡറിന്റെ കാര്യം അറിയാൻ ഉള്ള ചാൻസ് ഇല്ല. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നോൺ ബിഡേഴ്സിന് മാത്രമാണ് ലിമിറ്റഡ് ക്ലോസ് സെലക്ടീവ് ടെൻഡർ ഓപ്പൺ ആയിട്ടുള്ളൂ. ദെൻ ഗ്ലോബൽ ടെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദി ഗ്ലോബ് അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ബിഗ് ജോബ്സ്, അത്ര ലാർജ് സ്കെയിൽ വർക്ക്സിനാണ് എന്താ ഗ്ലോബൽ ടെൻഡേഴ്സ് കൊടുക്കുന്നത്. അതായത് ത്രൂ ഔട്ട്
ഗ്ലോബൽ അക്രോസ് ദി വേൾഡ് നമ്മൾ ആ ഒരു ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യും. ദ നെഗോഷിയേറ്റഡ് ഓർ ഇൻവൈറ്റഡ് ടെൻഡർ അതെന്ന് പറഞ്ഞിട്ട് ചില സ്പെഷ്യൽ വർക്ക്സ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിന് മാത്രം, ഇപ്പോൾ ലൈക്ക് എയർപോർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യുന്ന, അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വർക്കിന് വേണ്ടി ആ ഒരു കോൺട്രാക്ടറിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടറിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യുക. അതാണ് നെഗോഷിയേറ്റഡ് ഓർ ഇൻവൈറ്റഡ് കോൺട്രാക്ട്. അത് ലിമിറ്റഡ് നമ്പർ ഓഫ് കോൺട്രാക്ടർ ഉണ്ടാവുള്ളൂ, അവർക്ക് ആ കോൺട്രാക്ടേഴ്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് വർക്ക് ഓർഡർ. വർക്ക് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കോൺട്രാക്ടർ റിസീവ് ചെയ്യുമ്പോൾ ഒരു ഫോർമൽ അഗ്രിമെന്റ് വെക്കും ഈ കോൺട്രാക്ടർ ആൻഡ് അതോറിറ്റി ഓണറിന്. ആൻഡ് ഇതിന്റെ ഒരു ലെറ്റർ ഓഫ് പേർപ്പസിനാണ് എന്താ വർക്ക് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ കോൺട്രാക്ടറിന് ആ ഒരു സൈറ്റിന്റെ പൊസിഷൻ എടുക്കാൻ വേണ്ടി പറയാം, അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ ഒരു വർക്ക് കോൺട്രാക്ടറിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനാണ് എന്താ വർക്ക് ഓർഡർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. സോ ടെക്നിക്കൽ സാങ്ഷൻ ഓഫ് സൂപ്രണ്ടന്റ് എഞ്ചിനീയറിനേക്കാൾ എബവ് വർക്ക്സ് വരുന്നതിന് കുറച്ച് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ടാവണം. ടെക്നിക്കലി ആൻഡ് ഫിനാൻഷ്യലി കുറച്ച് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ടാവണം. രണ്ട് ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രീ ക്വാളിഫിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ. ആൻഡ് ഈ പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയറിൽ നമുക്ക് 2 സ്റ്റേജ് ആണ് വരുന്നത്. അതായത് ഇനീഷ്യലി നമ്മളൊരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും, എന്നിട്ട് അതായത് ഇൻറ്റൻഡിങ് ആയിട്ടുള്ള ബിഡേഴ്സിനെ ഇൻട്രസ്റ്റ് അവരുടെ ഈ ഒരു വർക്കിൽ ബിഡിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് അവർ ഇൻഫർമേഷൻ ചോദിക്കുകയാണ്, അതായത് അവരുടെ അടുത്തു നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ലൈക്ക് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ അവരുടെ കപ്പാസിറ്റി, അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആ വന്നേക്കുന്ന ബിഡേഴ്സിനെ സ്ക്രീൻ ചെയ്ത് അതിൽ നിന്ന് കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സെലക്ട് ചെയ്ത കോൺട്രാക്ടേഴ്സിനായിരിക്കും ടെൻഡർ ഫോംസ് കൊടുക്കുന്നതും ബാക്കിയുള്ള ടെൻഡറിങ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതും. ആൻഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ ബിഡ് ഡോക്യുമെന്റ്സ്, അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, അതായത് മീൻസ് ബിഡ് ഓപ്പൺ ആയിരിക്കും, വരുന്നവർക്ക് ഡയറക്റ്റ്ലി ടെൻഡറിങ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. പക്ഷെ പ്രീ ക്വാളിഫിക്കേഷനിൽ അതായത് 2 സ്റ്റേജസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു സ്ക്രീനിങ് ഉണ്ട്, നമ്മുടെ ആ ഒരു ടെക്നിക്കൽ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് പ്രൊസീജിയർ ഉണ്ട്. ആ സ്ക്രീനിങ്ങിൽ നിന്ന് സെലക്ട് ആയ കോൺട്രാക്ടേഴ്സിന് മാത്രമാണ് നെക്സ്റ്റ് ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാ റെഗുലർ പ്രൊസീജിയർ, അതായത് എല്ലാവർക്കും ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ബിഡിന് കോൺട്രാക്ടർക്ക് വർക്ക് അവാർഡ് ചെയ്യും. That is the pre-qualification of contract. അതാണ് criteria for qualification. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ those contractors who has carried out similar nature of work for a minimum contract sum is qualified and requested to submit the tender. അതിൽ വർക്ക് ക്വാളിറ്റി അക്രഡിറ്റേഷൻ റിക്വയർമെന്റ് ഉണ്ട്, അതുപോലെ അവരുടെ പാസ്റ്റ് പെർഫോമൻസ് ഓർ എക്സ്പീരിയൻസ് വിത്തിൻ ആ ഒരു സർട്ടൻ ടൈം, ദെൻ ഓവറോൾ കോമ്പീറ്റൻസ് എങ്ങനെയാണെന്നുള്ള ആ ഒരു കോൺട്രാക്ടറുടെ, അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെക്കോർഡ് അക്രഡിറ്റേഷൻ, ദെൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പിന്നെ ആ ഒരു കോൺട്രാക്ടറിന് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആൻഡ് റിസോഴ്സസ്, പിന്നെ ടെക്നിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റി, ആൻഡ് അതുപോലെ തന്നെ ടെക്നോളജിക്കലി അവർ ഭയങ്കര കോമ്പീറ്റൻ്റ് ആയിരിക്കും, അതായത് പുതിയൊരു ഓൾട്ടർനേറ്റ് പ്രപ്പോസൽ വെക്കാനോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കോൺട്രാക്ടറിനായിരിക്കും. സോ ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിനെ സ്ക്രീൻ ചെയ്തിട്ടാണ് എന്താ ബാക്കിയുള്ള ബിഡിങ് പ്രൊസീജിയറിലോട്ട് പോകുന്നത്. കോൺട്രാക്ട് ഡോക്യുമെന്റ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഫോളോയിങ് ഡോക്യുമെന്റ്സ്. അത് ടൈറ്റിൽ പേജ്, ഇൻഡെക്സ്, ദെൻ ടെൻഡർ നോട്ടീസ് ഉണ്ടാവും, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ടെൻഡർ ആൻഡ് റിട്ടേൺ ഓർഡർ ടു കമൻസ് വർക്ക്, അത് വർക്ക് ഓർഡർ ഉണ്ട്. ദെൻ എനി കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ contractor, client or consultant or engineer, clarification of rate or terms of contract, then tender form, പിന്നെ conditions of contract like general conditions and particular conditions ഉണ്ടാവാം. Then schedule of items of work, bill of quantities, general and addition specifications, then schedule of issue of materials,
അതുപോലെ tools and plans like അതിന്റെ schedule, then labor regulations and safety, and also complete set of drawings including plan, section and elevation. അപ്പോൾ ഇത്രയും ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആൻഡ് ഓൾസോ പ്രിലിമിനറി അഗ്രിമെന്റ്, ഇത്രയും സെറ്റ് ഓഫ് കാര്യങ്ങളാണ് ഒരു കോൺട്രാക്ട് ഡോക്യുമെന്റ്സിൽ ഉണ്ടാവുന്നത്. Then next is the measurement and measurement books. ദാറ്റ് ഇസ് എം ബുക്ക്. അതായത് പേയ്മെന്റ്സ് എപ്പോഴും എന്തായിരിക്കും, കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സ് അതിൻ്റെ മെഷർമെന്റ്സിന്റെ ബേസിസിലായിരിക്കും കോൺട്രാക്ടേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നത്. ആൻഡ് മെഷർമെന്റ്സ് ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും മെഷർ ചെയ്യുന്നത്, മെഷർമെന്റ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ട്രാൻസാക്ഷൻ ആർ റെഡിലി ട്രേസബിൾ. ദെൻ ഇതാണ് ആ ഒരു മെഷർമെന്റ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. എന്തൊക്കെയാണ് ലൈക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്, ദെൻ ഐറ്റം, സബ് ഐറ്റം ആൻഡ് ഓരോന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത്. സോ ഇതാണ് ആ ഒരു മെഷർമെന്റ് ബുക്കിന്റെ കേസ് വരുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻറ്റ് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ടൈപ്സ് ഓഫ് ടെൻഡേഴ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആൻഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഈ സിലബസിൽ വരുന്നത്.